തീർത്തോ? 7th പ്രസിഡന്റ് ആരാ? ഇന്ത്യയുടെ ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടെ 7th പ്രസിഡന്റ് ആരാ? ഇത് 10 സെക്കൻഡ് ചെലവാകും അല്ലെ? പാട്ട് പഠിക്കണം, പാട്ട് നമ്മളൊന്ന് ഓർമ്മിക്കണം, അതിൻ്റെ അതൊന്നാണ്, അത്രയല്ലേ ഉള്ളൂ. യെസ്. ഓ, 7 മണി എത്രയല്ലേ? ഞാൻ ടൈം നോക്കിയില്ലായിരുന്നു. നമുക്കൊരു 2 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് തുടങ്ങാം കേട്ടോ. അങ്ങനല്ല, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ടോപ്പിക്കിലേക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കിടക്കാം. ഓക്കെ. 1784 ബ്രിട്ടീഷ് ഗവൺമെന്റ്, തൽക്കാലം 1784 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കിയ ആക്ട് ഏതാണ്? ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ ആക്ട് ഏതാണ് 1784? പിറ്റ്സ് ആണല്ലേ. ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. റെഗുലേറ്റിംഗ് ആക്ട്, പിറ്റ്സ് ആക്ട്, പിറ്റ്സ് ഇന്ത്യ ആക്ട്, ചാർട്ടർ ആക്ട്, പിന്നെ ഓക്കെ, വേണമെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേരിലായിരിക്കും. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ട് മിന്റോ മോർലി റീഫോംസ് ഇങ്ങനെ എന്തെങ്കിലും തന്നിട്ട് 4 വർഷം തരും. എപ്പോഴൊക്കെയാണ്? 1773, 1784, 1833. ഇതെപ്പോഴായിരുന്നു? This one, Mindo Morley reforms. (1935, 1927, 1906? വേറെ ആൻസർ എന്തെങ്കിലും ഉണ്ടോ? യെസ്, 1909 ഉണ്ടല്ലേ. 1919 ഏതായിരുന്നു? 1919 ഏതായിരുന്നു ലക്ഷ്മി? ഏതായിരുന്നു? യെസ്. മൊണ്ടേഗു ചെംസ്ഫോർഡ് റീഫോംസ് ആണ് അല്ലെ. മൊണ്ടേഗു ചെംസ്ഫോർഡ് റീഫോംസ് ആണ് 1919 ഓക്കെ. യെസ്. അപ്പൊ ഇതൊന്ന് നോക്കണേ. ഇതില് മിന്റോ ആണോ ആദ്യം വരുന്നത് അല്ലെങ്കിൽ ചെംസ്ഫോർഡ് ആണോ ആദ്യം വരുന്നത്? ഇതൊന്ന് നോക്കിയാൽ മതി. ഞാനൊരു ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല, വൈസ്രോയ്മാരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ്. അത് നിങ്ങൾ പഠിച്ചോ? കംപ്ലീറ്റ് ചെയ്തോന്നല്ല, നിങ്ങളത് സ്റ്റാർട്ട് ചെയ്തോ? നിങ്ങളത്? വിനായക, വായിച്ചു തുടങ്ങിക്കോ. ഞാനത് എപ്പോഴും ടൈം ഉള്ളപ്പോ പറയും. വായിച്ചു തുടങ്ങ കേട്ടാ, എന്നെ വെയിറ്റ് ചെയ്യണ്ട. റോബിൻ, നവനീത്, ലാസ്റ്റ് ക്ലാസ് പറഞ്ഞതാ. ലാസ്റ്റ് ക്ലാസ്സിൽ ഞാനത് വായിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ക്ലാസ് ആണോ അതിന് മുന്നേ ഉള്ള ക്ലാസ് ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. എനിവേ, നിങ്ങൾ വൈസ്രോയ് നിങ്ങൾ തന്നെ പഠിക്കണേ. ഞാനത് പറഞ്ഞിട്ടില്ലേ അത്? യെസ്. എനിവേ, അപ്പൊ ഇങ്ങനെയുള്ള മാച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. മാച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ലേ GK-യിൽ? ഇത്തവണത്തെ CHSL-നും CGL-നും ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് ഡൗട്ടാണ്. ബട്ട് മോക്ക് എടുക്കുമ്പോ ഒക്കെ കാണാം അല്ലെ. പിന്നെ കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്നു, അല്ലെ കഴിഞ്ഞ CHSL-ലൊക്കെ ഉണ്ടായിരുന്നു.
ഓക്കെ നവനീത്, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാണാറില്ലേ? മാച്ചിങ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് കാണാറില്ലേ? അപ്പം ഇതിലൊക്കെ ചോദിക്കും ഇത്. ഓക്കെ, അല്ലെങ്കിൽ സെന്റൻസ് വന്നിട്ട് ഏതാണ് കറക്റ്റ് അല്ലാത്തത് എന്നുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമ്മൾ രണ്ട് ചെറിയ ചെറിയ ടോപ്പിക്സ് ആണല്ലോ തീർത്തത്. ഏതൊക്കെയായിരുന്നു? യെസ്, പ്രൈം മിനിസ്റ്റർ, പ്രസിഡന്റ് കുറച്ച് കവർ ചെയ്തല്ലേ? നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടിംഗ് ആണത്, ബാക്കി നിങ്ങൾ തന്നെ വായിക്കണേ. ഈ പ്രൈം മിനിസ്റ്റർ, പ്രസിഡന്റ് ഒക്കെ മുഴുവൻ ഡീറ്റെയിൽസ് നമ്മൾ ക്ലാസ്സിലെടുത്താൽ നിങ്ങൾക്ക് തന്നെയാണത് നഷ്ടം. ഓക്കെ, ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ തന്നെ വായിച്ച് ചെയ്യാനുള്ളതുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ദിരാഗാന്ധി എന്തൊക്കെയായിരുന്നു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഇന്ദിരാഗാന്ധിയുടെ, അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ ആ ഒരു ഭരണകാലത്ത് ഉണ്ടായിരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇന്ദിരാഗാന്ധിന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് എന്തൊക്കെയാണ്? ഒന്ന് എമർജൻസി ആണല്ലേ, ആണ്. മറ്റേത് ഫസ്റ്റ് വുമൺ പ്രൈം മിനിസ്റ്റർ ആണ്. മറ്റൊന്ന് എന്താണ്? ബാങ്ക് നാഷണലൈസ് ചെയ്തു അല്ലെ? ബാങ്കുകൾ നാഷണലൈസ് ചെയ്തു, നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്സ്. എമർജൻസി, അതെ, ഫസ്റ്റത്തെ ന്യൂക്ലിയർ ടെസ്റ്റ് നടന്നത് എപ്പോഴായിരുന്നു? ഇന്ദിരാഗാന്ധിയുടെ കാലത്തല്ലേ? ഫസ്റ്റ് വൺ അല്ലേ? ഫസ്റ്റ് ന്യൂക്ലിയർ, അതിന്റെ പേരെന്തായിരുന്നു? ഫസ്റ്റ് ന്യൂക്ലിയർ ടെസ്റ്റിന്റെ പേരെന്തായിരുന്നു? എപ്പോഴായിരുന്നു? അതും 1984 1984 അത്. എനിവൺ? എനിക്കും അറിയില്ല, ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ പറഞ്ഞു. 1984 74 ഓക്കെ, 74 ഓക്കെ, 74 ആയിരിക്കും. 1974. ഓക്കെ, അപ്പൊ ഇത് മൂന്നും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 കാര്യങ്ങളാണ്. ഫസ്റ്റ് ന്യൂക്ലിയർ ടെസ്റ്റ്, എമർജൻസി, ബാങ്ക് നാഷണലൈസേഷൻ. ഓക്കെ, പിന്നെ 2 പീരീഡ് അറിയാലോ, ഏതൊക്കെയായിരുന്നു? 1966 മുതൽ 1977 വരെയാണ് ഫസ്റ്റ് ടേം അല്ലെ? അപ്പൊ അടിയന്തരാവസ്ഥക്ക് ശേഷമുള്ള ആ ഒരു ഇതിൽ ആര് തോറ്റു? ഇന്ദിരാഗാന്ധി തോറ്റു. ആരോടാണ് തോറ്റത്? അല്ലെങ്കിൽ അതിന് ശേഷം വന്നത് ആരാണ്? ഇതിന് ശേഷം വന്നത്? യെസ്, ദേശായി ആണല്ലേ, മൊറാർജി ദേശായി ആണ് വന്നത്. ഇതിന് ശേഷം വന്നത്. ഈ ഒരു ഗവൺമെന്റിന്റെ പ്രത്യേകത എന്താ? മൊറാർജി ദേശായി ഗവൺമെന്റിന്റെ പ്രത്യേകത എന്താ? ഏത് നാട്ടുകാരനായിരുന്നു മൊറാർജി ദേശായി? ഏത് നാട്ടുകാരനായിരുന്നു? ഗുജറാത്ത് ആണല്ലേ, ഗുജറാത്തുകാരനാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണ്? നോൺ കോൺഗ്രസ്. ഫസ്റ്റ് നോൺ കോൺഗ്രസ് ഗവൺമെന്റ് ആണ് ഈ വന്നത്. അല്ലെ, ഫസ്റ്റ് നോൺ കോൺഗ്രസ് ഗവൺമെന്റ് ആണ് ഈ വന്നത്. ഓക്കെ, യെസ്. ഇനി ഇത് എന്താണ്? പ്രൈം മിനിസ്റ്റേഴ്സിൽ ഇനി ഒന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ചില ആൾക്കാരുടെ പേരുകളാണല്ലേ. നെഹ്റുവിൻ്റെത് അറിയാം. നെഹ്റുവിന് ശേഷം വന്നത് ആരാണ് എന്ന് പറഞ്ഞു? നെഹ്റുവിന് ശേഷം വന്നത്, നെഹ്റു മരിച്ചപ്പോ ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് വന്നത് ആരാണ്? എന്താണ് ഒരു ഉഷാറില്ലാത്ത? ഗുൽസാരി ലാൽ നന്ദയാണ് അല്ലെ? ഗുൽസാരി ലാൽ നന്ദയാണ്. നിങ്ങൾ ഇത് ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ റിവിഷൻ ഒന്നും വേണ്ടല്ലോ, ഇതെല്ലാം ഓക്കെ അല്ലേ? യെസ്, ഓക്കെ അല്ലേ? ഇതൊക്കെ
യങ് തുർക്ക് ആരായിരുന്നു? നാഷണൽ ഫാമേഴ്സ് ഡേ എപ്പോഴാണ്? ചന്ദ്രശേഖറാണ്, ചന്ദ്രശേഖർ. നാഷണൽ ഫാമേഴ്സ് ഡേ ഡിസംബർ 23 ആണ്. ഗുഡ് ഗവേണൻസ് ഡേ എപ്പോഴാണ്? ഗുഡ് ഗവേണൻസ് ഡേ ആരുടെ ബർത്ത് ആനിവേഴ്സറി ആണ്? ഗുഡ് ഗവേണൻസ് ഡേ AB വാജ്പേയിയുടെ ആണ്. AB വാജ്പേയിയുടെ ആണ്. ഡിസംബർ 25. ഡിസംബർ 25. യെസ്, ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? ഓക്കെ അല്ലേ? നമ്മൾ അതിനു മുന്നേ കഴിഞ്ഞ ക്ലാസ്സിൽ നെറ്റ് ചെറിയ പ്രശ്നമാകുന്നതിന് മുന്നേ വരെ നമ്മൾ ഏത് ആക്ട് വരെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഇന്ത്യൻ കൗൺസിൽ ആക്ട് ഓഫ് 1861 പറഞ്ഞു അല്ലെ? ഓക്കെ, ഇനി ഇതിന് ശേഷമാണ് ഏത് വരുന്നത്? സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. പുതിയ കാര്യങ്ങളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് പോർട്ട്ഫോളിയോ സിസ്റ്റം. പോർട്ട്ഫോളിയോ സിസ്റ്റത്തിന് ഒരു ഇത് കിട്ടി അല്ലെ? ഒരു എന്താ പറയാ, ഒരു റെക്കഗ്നിഷൻ കിട്ടിയത് ഈ ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1861 വന്നതാണ്. ആരാണ് പോർട്ട്ഫോളിയോ സിസ്റ്റം കൊണ്ടുവന്നത്? പോർട്ട്ഫോളിയോ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്ത ആരാണ്? പോർട്ട്ഫോളിയോ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്ത്? ലോർഡ് കാനിങ് ആണ് അല്ലെ? ലോർഡ് കാനിങ് ആണ് പോർട്ട്ഫോളിയോ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ലോർഡ് കാനിങ്. ആരാ? ലോർഡ് കാനിങ്ങിന്റെ പ്രത്യേകത എന്താ? ലോർഡ് കാനിങ്ങിന്റെ പ്രത്യേകത എന്താ? ഫസ്റ്റ് വൈസ്രോയി ആണ്, അല്ലെങ്കിൽ ലാസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആണ്. റിവോൾട്ടിന്റെ ടൈമിലുള്ള എപ്പോഴാ റിവോൾട്ടിന്റെ ടൈമിലുള്ള വൈസ്രോയി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇത് നിങ്ങൾ വൈസ്രോയി പഠിക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. യെസ്, അപ്പൊ ഇതിന് ശേഷം വന്നത് 1861 ശേഷം, അതിന് ശേഷം വന്ന ആക്ട് ആണ് ഒരു മേജർ ആയിട്ടുള്ള. ചെറിയ ചെറിയ നിയമങ്ങളൊക്കെ അതിന് ഇടയിൽ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അത് കൂടാതെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് മിന്റോ മോർലി റീഫോംസ്. മിന്റോ മോർലി റീഫോംസ്. മിന്റോ മോർലി റീഫോംസ്. ഓക്കെ, ഇതിന് വേറൊരു പേര് കൂടി ഉണ്ട്, ഇന്ത്യൻ കൗൺസിൽ ആക്ട്. ഇന്ത്യൻ കൗൺസിൽ ആക്ട്. ഇന്ത്യൻ കൗൺസിൽ ആക്ട് എന്ന് പറയുമ്പോൾ അതിനൊരു വർഷം ഉണ്ടാവും അല്ലെ? അതിന്റെ കൂടെ എപ്പോഴായിരുന്നു അത്? മിന്റോ മോർലി റീഫോംസ് എപ്പോഴായിരുന്നു? ഇനിയും തെറ്റിക്കല്ലേ? മിന്റോ ആദ്യമാണ് അല്ലെ? നമുക്ക് രണ്ട് ഡേറ്റ് ആണ് കൺഫ്യൂസിംഗ് ആയിട്ടുള്ളത്, 1909 1919. ഓക്കെ, മിന്റോ. യെസ്, നിങ്ങൾ അത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഐഡിയ വരും. എന്നാലും ഞാൻ ഇപ്പൊ പറയാണ്, മിന്റോ ആണ് ആദ്യം, ചെംസ്ഫോർഡിന് മുന്നേ ഉള്ളത്. ഓക്കെ, 1909 ആണ്. അല്ലെങ്കിൽ ഇവിടെ ഓ ആണല്ലേ? 1909 ആണ് അല്ലെ? 1909 ആണ്. 1909 ആണ്. മിന്റോ. മിന്റോ മോ മിന്റോ മോർലി 1909. ഓക്കെ, മാർഗമല്ലോ. ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആണ്. ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആണ്. അതുപോലെ തന്നെ അടുത്ത് വരാൻ പോകുന്ന മൊണ്ടാഗ്യു ചെംസ്ഫോർഡ് റീഫോംസ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുകൾ ഏതൊക്കെയാണ്? അതൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ 1858 അല്ലെ? നമ്മുടെ റിവോൾട്ട് കഴിഞ്ഞപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ക്വീൻസ് പ്രൊക്ലമേഷൻ അല്ലെ? ക്വീൻസ് പ്രൊക്ലമേഷൻ എന്ന് പറയും. യെസ്, അത് 1858 പിന്നെ വരുന്ന രണ്ടാമത്തെ എപ്പോഴാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വരുന്നത്? 1919. ഇതിന്റെ വേറൊരു പേരെന്താണ്? ഇത് ക്വീൻസ് പ്രൊക്ലമേഷൻ ആണല്ലോ.
ക്വീൻസ് പ്രൊക്ലമേഷൻ ആണ്. അല്ലെങ്കിൽ ഇതിന്റെ വേറൊരു പേരെന്താ 1855 സോറി 58 ഇതിന്റെ വേറൊരു പേരെന്താ? ക്വീൻസ് പ്രൊക്ലമേഷൻ അല്ലാതെ ഒരുപാട് പേരില്ലേ ഇതിന്? എന്തൊക്കെയായിരുന്നു? ലക്ഷ്മി, മാഗ്ന കാർട്ട പറയല്ലേ? മാഗ്ന കാർട്ട യെസ്. അല്ലെങ്കിൽ ആക്ട് ഫോർ ബെറ്റർ ഗവൺമെന്റ് ഫോർ ഇന്ത്യ, അങ്ങനെ തോന്നല്ലേ? ആക്ട് ഫോർ ബെറ്റർ ഗവൺമെന്റ് ഫോർ ഇന്ത്യ, ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, 1858 ഇനി 1990 1919 ഇതിന്റെ പേരെന്താണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് തന്നെയാണ്. മൊണ്ടേഗു ചെംസ്ഫോർഡ് റീഫോംസ് ആണ് അല്ലെ? മൊണ്ടേഗു ചെംസ്ഫോർഡ് റീഫോംസ് ആണ് 1919. ഇനി അടുത്തത് വരുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്, നമ്മളത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഓക്കെ, 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. അപ്പൊ ഇതില് നമുക്കറിയാലോ, അന്ന് മോഡേൺ ഇന്ത്യ പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, മിന്റോ മോർലി റീഫോംസ് എന്ന് പറയുന്നതിൽ ആരാണ് സെക്രട്ടറി ഓഫ് ദ സ്റ്റേറ്റ്, ആരാണ് വൈസ്രോയ്? ആരാണ് സെക്രട്ടറി ഓഫ് ദ സ്റ്റേറ്റ്, ആരാണ് വൈസ്രോയ്? ആരാണ്? മിന്റോ ആരാണ്? ഇതിനും അങ്ങനെ ഓർഡർ ഒന്നും ഇല്ല കേട്ടോ. ഇത് ആ ഒരു പേര്, റൈമിംഗ് ആയിട്ടുള്ള പേര്, അങ്ങനെയൊക്കെ ആ ഒരു ഭംഗി നോക്കിയിട്ടുള്ള പേരാണ്. വൈസ്രോയ് മിന്റോ ആണ്. മിന്റോ ആണ് വൈസ്രോയ്. മോർലി എന്ന് പറയുന്നത് അപ്പൊ എന്തായിരിക്കും? സെക്രട്ടറി ഓഫ് ദ സ്റ്റേറ്റ് ആയിരിക്കും. സെക്രട്ടറി ഓഫ് ദ സ്റ്റേറ്റ് ആയിരിക്കും. ഓക്കെ, യെസ്. അപ്പൊ ഈ ഒരു ആക്ട് പ്രകാരം എന്തൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നടന്നത്? നമ്മൾ ഇതിലേക്ക് ഈ എക്സിക്യൂട്ടീവ് കൗൺസിലേക്ക് ഇന്ത്യൻസിനെ ആദ്യമായിട്ട് എടുത്തു. എക്സിക്യൂട്ടീവ് കൗൺസിലേക്ക് ഇന്ത്യൻസിനെ ആദ്യമായിട്ട് കൊണ്ടുവന്നു. ഓക്കെ, എന്തായിരുന്നു ഈ എക്സിക്യൂട്ടീവ് കൗൺസിൽ? എക്സിക്യൂട്ടീവ് കൗൺസിൽ എന്തായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതല്ലേ, എന്തായിരുന്നു എക്സിക്യൂട്ടീവ് കൗൺസിൽ? ഇത് ആരെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? വൈസ്രോയെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണോ, അല്ലെങ്കിൽ ഇത് സെക്രട്ടറി അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണോ? യെസ്, ഇത് വൈസ്രോയിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ. വൈസ്രോയി ആണ് ഇന്ത്യയിലുള്ള കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് അല്ലെ. നമ്മുടെ ഇപ്പോഴുള്ള ഒരു പ്രൈം മിനിസ്റ്റർ ടൈപ്പിലുള്ള ഒരു പോസ്റ്റ് ആണ് ഈ വൈസ്രോയി എന്ന് പറയുന്നത്. അങ്ങനെ തരംതിരിച്ച് പറയാൻ പറ്റില്ല. എന്നാലും വൈസ്രോയി എന്ന് പറയുന്നത് ലക്ഷ്മി 15 മെമ്പർ മിനിസ്റ്റേഴ്സ് ഇവിടെയാണോ? ഇയാളെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണോ വൈസ്രോയിനെ? യെസ്, സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റിനെ അസിസ്റ്റ് ചെയ്യാനാണ് അല്ലെ 15 മെമ്പർ മിനിസ്റ്റേഴ്സ് ഉള്ളത് അല്ലെ. യെസ്, വൈസ്രോയിനെ അസിസ്റ്റ് ചെയ്യാൻ എന്താണുള്ളത്? ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ ആണുള്ളത്. അപ്പൊ അതിലേക്കാണല്ലേ ഇന്ത്യൻസിന് കൂടുതലായിട്ട് എടുക്കേണ്ടത്. എന്തുകൊണ്ടായിരിക്കും അത്? യെസ്, വൈസ്രോയി ആണ് ഇവിടുത്തെ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയുള്ള നേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ എടുത്താലേ കൂടുതൽ അയാൾക്ക് സുഗമമായിട്ട് ഭരിക്കാൻ പറ്റുള്ളൂ അല്ലെ. കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാനും നന്നായിട്ട് അഡ്മിനിസ്ട്രേഷൻ നടത്താനും പറ്റുന്നത് എപ്പോഴാണ്? ഇവിടെയുള്ള ആൾക്കാരെ കൂടി എടുക്കുമ്പോഴല്ലേ. അപ്പൊ ഓൾറെഡി ഈ ഒരു ഔട്ട്ക്രൈ കൂടി ഉണ്ടായിരുന്നു. ഈ എക്സിക്യൂട്ടീവ് കൗൺസിൽ പോലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്ത്യയെ ഭരിക്കുന്ന ഒരു മെയിൻ ബോഡിയിൽ ഇന്ത്യൻസ് ഇല്ലാത്തൊരു ആ ഒരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. നമ്മുടെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ജസ്റ്റ് ഈ ഇവിടെയുള്ള ബ്രിട്ടീഷുകാരെ തുരത്തി ഓടിക്കുക എന്നുള്ള മാത്രമായിരുന്നില്ല. ഇങ്ങനെയുള്ള അഡ്മിനിസ്ട്രേഷനിലെ ആൾക്കാരെ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു. ഓക്കെ, ഇത് മനസ്സിലായോ? യെസ്, അപ്പൊ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഒരു എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് ഒരു ഇന്ത്യനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആദ്യം സെലക്ട് ചെയ്ത ആളാണ് സത്യേന്ദ്ര പ്രസാദ് സിൻഹ. സത്യേന്ദ്ര പ്രസാദ് സിൻഹ. സത്യേന്ദ്ര പ്രസാദ് സിൻഹ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ പേര്, സത്യേന്ദ്ര പ്രസാദ് സിൻഹ. ഓക്കെ,
അങ്ങനെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് ഒരു ഇന്ത്യൻ ആദ്യമായിട്ട് എടുത്തു, സത്യേന്ദ്ര പ്രസാദ് സിൻഹ. ഇത് വളരെ, ഈ പേര് ചിലപ്പോൾ ഇങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. SP സിൻഹ എന്നെങ്കിലും കേട്ടിട്ടുണ്ടോ? SP സിൻഹ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് ആദ്യമായിട്ട് സെലക്ട് ചെയ്ത ആളാണ് SP സിൻഹ. ഈ ഒരു പേര് പഠിച്ചു വെച്ചാൽ കേട്ടോ, SP സിൻഹ. CHSL ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, CHSLനൊക്കെ ഇതൊക്കെ ചോദിക്കുന്നുണ്ടല്ലേ. വേറെ എന്താന്ന് പറയുന്നത്, നമ്മുടെ ഈ പ്രസിഡൻസിയിലൊക്കെ ഈ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള റെപ്രസെന്റേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, പ്രസിഡൻസീസിൽ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള റിസർവേഷൻ അല്ലെങ്കിൽ റെപ്രസെന്റേഷൻ സ്റ്റാർട്ട് ചെയ്തു. എന്താ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ളത്? അത് ഇപ്പൊ കാണുന്നത് പോലെയുള്ളതല്ല. അത് അന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ടായിരുന്നത് മുസ്ലിംസ്, സിഖ്സ്, ആംഗ്ലോ ഇന്ത്യൻസ് ഇതുപോലെയുള്ളവർക്ക് റിസർവേഷൻ കൊടുക്കുക. ഇതുപോലെയുള്ള ആൾക്കാർക്ക് റിസർവേഷൻ കൊടുക്കുക. ഓക്കെ, ഇത് സ്റ്റാർട്ട് ചെയ്തു. മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ലെജിസ്ലേറ്റീവ് കൗൺസിലിന് റെസൊല്യൂഷൻസ്, ഓക്കെ, റെസൊല്യൂഷൻസ് മൂവ് ചെയ്യാനുള്ള അധികാരം കൊടുത്തു. എന്താ ഈ റെസൊല്യൂഷൻ മൂവ് ചെയ്യുക അല്ലെങ്കിൽ റെസൊല്യൂഷൻ പാസ് ചെയ്യാനൊക്കെ പറഞ്ഞാൽ എന്താണ്? കേട്ടിട്ടുണ്ടോ നിങ്ങള്? ലെജിസ്ലേറ്റീവ് കൗൺസിലിന് allowed to move resolutions in അസംബ്ലി, അല്ലെങ്കിൽ അവരെ ഒത്തുകൂടുന്നതിൽ ഇങ്ങനെ ഒരു അധികാരം കൊടുത്തു ലെജിസ്ലേറ്റീവ് കൗൺസിലിന് റെസൊല്യൂഷൻസ് മൂവ് ചെയ്യാനുള്ള അധികാരം. എന്താ റെസൊല്യൂഷൻസ് പറഞ്ഞാൽ എന്താ? നമ്മൾ സാധാരണ കേൾക്കുന്നതല്ല, ഒരു അസംബ്ലി ഉണ്ടെങ്കിൽ അതിൽ റെസൊല്യൂഷൻസ്, ബിൽ, ഈ പ്രമേയം എന്ന് കേട്ടിട്ടില്ലേ? പ്രമേയം മലയാളത്തിൽ പറയുന്നതായിരിക്കും കുറച്ചുകൂടി നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പ്രമേയം പാസ്സാക്കുക എന്ന് പറയുന്നതായിരുന്നില്ലേ? അല്ലെങ്കിൽ എന്താണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു എന്ന് പറയുന്ന ആൾക്കാറില്ലേ? അവിശ്വാസ പ്രമേയം ഇല്ലേ? കേൾക്കാറില്ലേ? നോ കോൺഫിഡൻസ് മോഷൻ ഇത് കേട്ടിട്ടില്ലേ നിങ്ങള്? ഒന്നുമില്ല, ചില കാര്യങ്ങളിൽ ഇപ്പോഴുള്ള പോലുള്ള മോഷൻസ് അല്ല, അന്ന് കുറച്ചുകൂടി നമുക്ക് ഈ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി നമ്മുടെ ഇന്ത്യൻസിന് കുറച്ചുകൂടി റെപ്രസെന്റേഷൻ ഉള്ള സ്ഥലമാണല്ലേ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറഞ്ഞാൽ. കാരണം ഈ ലെജിസ്ലേറ്റീവ് കൗൺസിലിന് അന്നത്തെ കാലത്ത് വലിയൊരു അധികാരമൊന്നുമില്ല അല്ലെ, ഇത് പേരിനൊരു ബോഡിയാണ്. പക്ഷെ ഇവർക്ക് ചെറിയ ചെറിയ അധികാരങ്ങൾ കൊടുത്തു തുടങ്ങി. അതായത് ചില കാര്യങ്ങളിൽ ബഡ്ജറ്റിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പബ്ലിക് മാറ്റേഴ്സിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്തു? ഇവർക്ക് അഭിപ്രായം പറയാൻ അല്ലെങ്കിൽ മോഷൻസ് കൊണ്ടുവരാൻ, ഈ ടോട്ടൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ശ്രദ്ധ കൊണ്ടുവരാനുള്ള പ്രമേയങ്ങൾ പാസ്സാക്കാനുള്ള ഒരു അധികാരം ഇവർക്ക് കിട്ടി. ഓക്കെ, ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ ആ ഒരു പരിമിതി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അന്നത്തെ ബേസിക്കലി ഗവൺമെന്റ് ബ്രിട്ടീഷുകാരുടേതാണ് അല്ലെ. അപ്പൊ അവര് ഇവിടെയുള്ള ഒരു എന്താ പറയണ്ടേ, നേരിട്ട് വരാൻ പോകുന്ന ഇന്ത്യൻസ് നേരിട്ട് യുദ്ധം ചെയ്യാൻ പോകുന്ന അതിനെ കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള റെപ്രസെന്റേഷൻ ഒക്കെ കൊടുത്തു തുടങ്ങിയത്. ഓക്കെ, അധികാരം മെല്ലെ മെല്ലെ കൈമാറുന്നുണ്ട് എന്നുള്ളൊരു രീതിയിലേക്കാണ് കൊണ്ടുവന്നത്. നമ്മൾ ഈ സേഫ്റ്റി വാൽവ് തിയറി ഒക്കെ കേട്ടിട്ടില്ലേ? സേഫ്റ്റി വാൽവ് തിയറി എന്താ? INCയുടെ ഫോർമേഷൻ ആണല്ലേ. അതായത് ഡയറക്റ്റ് ആയിട്ട് ഇന്ത്യൻസ് മുഴുവൻ തിരിഞ്ഞ് ബ്രിട്ടീഷുകാർക്കെതിരെ ഒന്നിച്ചൊരു യുദ്ധം നടക്കേണ്ട സമയമായിരുന്നു. അപ്പോ INC വന്നത് കൊണ്ട് എന്ത് സംഭവിച്ചു എന്നാണ് പറയുന്നത്? INC ഫോർമേഷൻ ആണ്. അപ്പൊ INC വന്നപ്പോ എന്ത് സംഭവിച്ചു എന്നാണ് പറയുന്നത്? ഡയറക്റ്റ് ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു യുദ്ധം ഒഴിവായി എന്നാണ് പറയുന്നത്.
യെസ്, പീസ്ഫുൾ ആയിട്ടുള്ള പ്രൊട്ടസ്റ്റും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇതുപോലെ അതിന്റെ വേറൊരു വേർഷനാണ് ഈ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് ഇന്ത്യൻസിനെ എടുക്കുക, അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഫോം ചെയ്യുക, അവർക്ക് ചെറിയ ചെറിയ അധികാരങ്ങളൊക്കെ കൊടുത്തു തുടങ്ങുക എന്നുള്ളത്. ഓക്കെ, അധികാരം മെല്ലെ മെല്ലെ കൈമാറുന്നതിന്റെ ലക്ഷണങ്ങളായിരുന്നു ഇതൊക്കെ. ഓക്കെ, അപ്പൊ അവർക്ക് റെസൊല്യൂഷൻസ് മൂവ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി കൊടുത്തു. ഇതിപ്പോ നമ്മൾ പറയുന്നത് ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ സൈഡ് ആണല്ലേ. ഇതിന്റെ ഹിസ്റ്ററി സൈഡ് എല്ലാവർക്കും ഓർമ്മയുണ്ടാവില്ലേ? 1909, 1919 ഉള്ളത് ഇല്ലേ? 1919 വളരെ ഇമ്പോർട്ടന്റ് അല്ലേ? ജാലിയൻ വാലാബാഗ് അല്ലെ, ജാലിയൻ വാലാബാഗ്. അപ്പൊ നമ്മളിപ്പോ നോക്കുന്നത് ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ സൈഡ് മാത്രമാണ്. ഇതിന്റെ ഒരു ഹിസ്റ്ററി സൈഡ് കൂടി ഉണ്ട്. ഓക്കെ, ഇതിന്റെ ഹിസ്റ്ററി സൈഡും ഈ സമയം ഒന്ന് ഓർമ്മിക്കാൻ ട്രൈ ചെയ്യണം. ഓക്കെ, മറന്നുപോയിട്ടില്ലല്ലോ ആരും? നെക്സ്റ്റ് വൺ മൊണ്ടേഗു റൗളക്ട് ആക്ട് ആണല്ലേ. യെസ്, മൊണ്ടേഗ് ചെംസ്ഫോർഡ് ആക്ട് അല്ല, റീഫോംസ് ആണ്. റീഫോംസ് 1919 അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, GOI ആക്ട് 1919. രണ്ട് കാര്യങ്ങളാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നത്. ഒന്ന്, സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ ഇപ്പോഴുള്ള UPSCയുടെ ഒരു സ്റ്റാർട്ടിംഗ് ആണല്ലേ. സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷൻ സെറ്റപ്പ് ചെയ്തു. എപ്പോഴായിരുന്നു? 1926 അന്ന് UPSC എന്നല്ല. അപ്പൊ ക്വസ്റ്റ്യനിലും ഇങ്ങനെ ആയിരിക്കും, സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷൻ. സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്റ്റാർട്ട് ചെയ്തത് 1926. മറ്റൊന്ന് ഡയാർക്കി, പ്രൊവിൻസിലും കൂടെ ഡയാർക്കി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഡയാർക്കി എന്ന് പറഞ്ഞാൽ എന്താ? ഡ്യുവൽ ഗവൺമെന്റ് ആണല്ലേ, ഡ്യുവൽ ഗവൺമെന്റ് അല്ലെ, അല്ലെങ്കിൽ ഡ്യുവൽ അഡ്മിനിസ്ട്രേഷനാണ് എന്ത് പറയുന്നത്? ഡയാർക്കി എന്ന് പറയുന്നത്. യെസ്, ഇപ്പോഴുള്ള MP MLA ഒക്കെ പോലെ. കറക്റ്റാണ് റോബിൻ. ഇപ്പോഴുള്ള MP MLA ഉണ്ട് അല്ലെ, ഒരേ സ്ഥലത്ത് തന്നെ, അല്ലെങ്കിൽ നമ്മളിപ്പോ കാണാറുണ്ടല്ലോ, കണ്ണൂർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഒരു MP ഉണ്ടാവും, പിന്നെ അതിന്റെ ആ ഒരു സ്ഥലത്ത് ഒരു MLA ഉണ്ടാവും അല്ലെ. ഒന്ന് നമ്മുടെ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമാണ്. ഈ MP എന്ന് പറയുന്നത് എന്താണ്? മെമ്പർ ഓഫ് പാർലമെന്റ് എന്ന് പറയുന്നത് എന്താണ്? സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗമാണ് അല്ലെ, സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗമല്ലേ. യെസ്, അപ്പൊ ഈ ഒരു ഫോം ഓഫ് ഇപ്പോഴുള്ളതിന്റെ അതേ ഒരു വകഭേദമാണ് അന്നുണ്ടായിരുന്നത്. അപ്പൊ അതാണ് ഡയാർക്കി എന്ന് പറയുന്നത്. യെസ്, മറ്റൊന്ന് റൈറ്റ് ടു വുമൺ, വോട്ടിംഗ് റൈറ്റ് ടു ദ വുമൺ, വോട്ടിംഗ് റൈറ്റ് കൊണ്ടുവന്നു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ഇത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കാം. ഏത് ആക്ടിലാണ് ആദ്യമായിട്ട്, അല്ലെങ്കിൽ ഏത് ആക്ട് വഴിയാണ് ഇന്ത്യൻ വുമൻസിന് ആദ്യമായിട്ട് വോട്ട് ചെയ്യാനുള്ള അവകാശം കിട്ടിയത്? ഏതാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1990. വോട്ടിംഗ് ആണ്, വോട്ടിംഗ്. യെസ്, GOI 1990. ഓക്കെ, വോട്ടിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വോട്ടിംഗ് ഫോർ ഇന്ത്യൻ വുമൺ, വോട്ടിംഗ് റൈറ്റ് ഫോർ ഇന്ത്യൻ വുമൺ. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഇവിടെയുള്ള അഡ്മിനിസ്ട്രേഷനിൽ ഉണ്ടായിരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതില് നമുക്കറിയാം അല്ലെ, നമുക്ക് ഇപ്പോഴുണ്ടായിരുന്ന ഒരു ഇതുണ്ടല്ലോ, എന്തായിരുന്നത്? ഇപ്പൊ നമുക്ക് കുറച്ച് ലിസ്റ്റുകളില്ലേ,
സെൻട്രൽ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, ഇതന്നെയല്ലേ ഇതിന്റെ പേര്, കൺകറന്റ് ലിസ്റ്റ്. ശോഭാ സുരേന്ദ്രന്റെ കൺകറന്റ് ലിസ്റ്റ് അറിയില്ലേ? കേട്ടിട്ടില്ലേ? ശോഭാ സുരേന്ദ്രന്റെ കൺകറന്റ് ലിസ്റ്റ് അറിയില്ലേ? അപ്പൊ ഇതെന്താണ്? ഇത് ഏകദേശം മീമ് വായിക്കാനായിട്ടെങ്കിലും നിങ്ങൾ ഇത് പഠിച്ചു വെച്ചിട്ടുണ്ടാവില്ലേ? ഇതെന്താണെന്ന് അറിയില്ല എല്ലാവർക്കും? സെൻട്രൽ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, എന്താ ഇത് പറഞ്ഞേ? നിങ്ങൾ പറഞ്ഞോട്ടോ, നിങ്ങൾ ഡയറക്റ്റ്, എല്ലാവരും ഡയറക്റ്റ് മെസ്സേജ് അല്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ വെർഷനിൽ പറഞ്ഞു, ഞാനും കൂടെ പറയാം എന്താണെന്ന് പറയാം. മനീഷ്, പവർ ഷെയർ, പവർ ഡിവിഷൻ, എന്ത് പറ്റി? ഒരുപാട് പേര് റിപ്ലൈ തരുന്നില്ലല്ലോ. അറിയാത്ത പേരുണ്ടോ? ഒരു ഐഡിയ ഇല്ലാത്തവരുണ്ടോ? സെൻട്രൽ ലിസ്റ്റ് എന്താണ്, സ്റ്റേറ്റ് ലിസ്റ്റ് എന്താണ്? ഞാൻ പറയാല്ലേ. സെൻട്രൽ, ഇത് കേൾക്കുന്ന പോലെ തന്നെ സെൻട്രൽ ലിസ്റ്റ് എന്ന് പറയുന്നത് സെൻട്രലിന് ഏതൊക്കെ കാര്യങ്ങളിലാണ് സെൻട്രൽ നേരിട്ട് അഡ്മിനിസ്ട്രേഷൻ നടക്കുന്നത്, സ്റ്റേറ്റിന് ഏതൊക്കെ കാര്യത്തിലാണ് അധികാരമുള്ളത്, അത് അല്ലെങ്കിൽ അതിന്റെ അഡ്മിനിസ്ട്രേഷൻ ഏതിന്റെ അണ്ടറിലാണ്, സ്റ്റേറ്റിന്റെ അണ്ടറിലുള്ളത്. കൺകറന്റ് എന്ന് പറയുന്നത് സെൻട്രലും സ്റ്റേറ്റും ഒരുപോലെ റെസ്പോൺസിബിലിറ്റി ഉള്ള അല്ലെങ്കിൽ ഒരുപോലെ ചെയ്യേണ്ട കാര്യമാണ് ഈ കൺകറന്റ് ലിസ്റ്റിലുള്ളത്. ഓക്കെ, ഈ ലിസ്റ്റ് നമ്മൾ മൂന്നും പഠിക്കണം. ഇപ്പോഴുള്ള ഇത് ഞാൻ പഴയ കാര്യമാണ് പറയുന്നത്, പക്ഷെ ഇപ്പോഴുള്ള സെൻട്രൽ ലിസ്റ്റ് പഠിക്കണം, സ്റ്റേറ്റ് ലിസ്റ്റ് പഠിക്കണം, കൺകറന്റ് ലിസ്റ്റ് പഠിക്കണം. വളരെ കൺഫ്യൂസിങ് ആണ്. കാരണം ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുമ്പോൾ ചിലത് അങ്ങനെ ആയിരിക്കില്ല. ചിലത് നമ്മൾ വിചാരിക്കും ഇത് കൺകറന്റ് ലിസ്റ്റ് ആണോ, നമുക്ക് ഡൗട്ട് വരുന്ന കാര്യങ്ങളുണ്ട്. ഓക്കെ, യെസ്, ഓക്കെ. അപ്പൊ ഇതിന്റെ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ ഒരു ലിസ്റ്റ് വരുന്നതിന് മുന്നേ ഇവിടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ആ ഒരു ലിസ്റ്റ് വന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 വഴിയാണ്. അപ്പൊ അതിൽ ഇതിന്റെ പേര് കുറച്ച് സ്ലൈറ്റ് ഒരു ഡിഫറൻറ്റ് ആണ്. സെൻട്രൽ സബ്ജക്ട്സ്, സെൻട്രൽ നോക്കി നടത്തേണ്ടത്. സെൻട്രൽ എന്ന് പറയുമ്പോൾ ആരാണ്? സെൻട്രൽ സബ്ജക്ട് എന്ന് പറയുമ്പോൾ ഇത് ഡയറക്റ്റ് ആരുടെ അണ്ടറിൽ വരുന്നതാണ്? സെൻട്രൽ അധികാരം ആരുടെ കീഴിലാണ് ഈ സമയത്ത്? 1919 ആരുടെ? വൈസ്രോയുടെ കയ്യിലാണല്ലേ. അപ്പൊ സെൻട്രൽ സബ്ജക്ട് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് വൈസ്രോയുടെ അണ്ടറിൽ വരുന്നതാണ്. ഇനി ഈ പറയുന്ന പ്രൊവിൻഷ്യൽ, സെക്കൻഡ് വൺ ആണ് പ്രൊവിൻഷ്യൽ. അന്ന് കൺകറന്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഉണ്ടായിരുന്നില്ല. പ്രൊവിൻഷ്യൽ സബ്ജക്ട്സ്, ഓക്കെ, പ്രൊവിൻഷ്യൽ സബ്ജക്ട്സ്. അപ്പൊ സെൻട്രൽ നമുക്കിന് ഡൗട്ട് ഇല്ല അല്ലെ, സെൻട്രൽ ഡയറക്റ്റ് വൈസ്രോയുടെ കീഴിലാണ്. ഇനി പ്രൊവിൻഷ്യൽ സബ്ജക്ട് എന്ന് പറയുന്നത് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞ കൺകറന്റും സ്റ്റേറ്റ് ലിസ്റ്റും പോലെ തന്നെയാണ്. ഈ പ്രൊവിൻഷ്യൽ ആണ് പക്ഷെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണത്? യെസ്, ട്രാൻസ്ഫേർഡ് സബ്ജക്ട്, റിസർവ്ഡ് സബ്ജക്ട്. അപ്പൊ ഇത് രണ്ടിന്റെയും മാറ്റം എന്താണ്? ഇപ്പൊ ഈ രണ്ട് കാര്യങ്ങളുടെ മാറ്റം എന്താണ്? പ്രൊവിൻഷ്യൽ സബ്ജക്റ്റിലുള്ള ട്രാൻസ്ഫേർഡ് സബ്ജക്റ്റിന്റെയും റിസർവ്ഡ് സബ്ജക്റ്റിന്റെയും മാറ്റം എന്താണ്? അപ്പൊ നമുക്കറിയാലോ, പ്രൊവിൻഷ്യൽ അന്ന് എങ്ങനെയായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ പ്രൊവിൻഷ്യലിന്റെ ഒരു അഡ്മിനിസ്ട്രേഷൻ ആ സമയത്ത് എങ്ങനെയായിരുന്നു? നമുക്കറിയാം അല്ലെ, പ്രൊവിൻഷ്യൽ എന്ന് പറയുന്നതാണെങ്കിലും ഇത് ഡയറക്റ്റ് ബ്രിട്ടീഷുകാരുടെ അല്ലെങ്കിൽ വൈസ്രോയുടെ അണ്ടറിലുള്ളതാണല്ലോ. അപ്പൊ ഈ വൈസ്രോയ് എന്താണ് ആദ്യം ചെയ്തത്? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഒരു ഗവർണർ ഓഫ് ബംഗാളിനൊക്കെ അപ്പോയിന്റ് ചെയ്തത് ഓർക്കുന്നില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഗവർണർ ഓഫ് ബംഗാളിനെ അപ്പോയിന്റ് ചെയ്ത കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇല്ലേ? എന്തുകൊണ്ടായിരുന്നു അത്? ഓൾറെഡി വൈസ്രോയ് വന്നു. അപ്പൊ എന്താ, ആ ഒരു പ്രൊവിൻസിന് മാത്രം, ആ ഒരു പ്രൊവിൻസിന് കൂടെ 1853 ചാർട്ടർ ആക്ടിലാണ്. അപ്പൊ ആ ഒരു സമയത്ത്
ബംഗാളിന് ഡയറക്റ്റ് സെൻട്രൽ ഭരിക്കുന്ന സ്ഥലമാണ് അല്ലെ. അപ്പൊ അതിന്റെ ആ ഒരു അഡ്മിനിസ്ട്രേഷൻ അതുകൂടെ ഒന്ന് സുഗമമാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു റെസ്പോൺസിബിലിറ്റി വൈസ്രോയുടെ അടുത്തുനിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് അവിടെ സെപ്പറേറ്റ് ആയിട്ട് ഒരാളെ അപ്പോയിന്റ് ചെയ്തത്, ഗവർണറെ അപ്പോയിന്റ് ചെയ്തത്. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ഡയറക്റ്റ് വൈസ്രോയി എങ്ങനെയാണ് ഭരിക്കുന്നത്? വൈസ്രോയുടെ കൺട്രോൾ പ്രൊവിൻസിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ഗവർണേഴ്സ് വഴിയാണ് അല്ലെ. ഗവർണേഴ്സ് വഴിയല്ലേ? ഗവർണേഴ്സ് വഴിയല്ലേ? ഓക്കെ, ഇങ്ങനെയാണ് ഓരോ പ്രൊവിൻസും ഭരിക്കുന്നത് ഗവർണേഴ്സ് വഴിയാണ്. പക്ഷെ പ്രൊവിൻസിൽ എന്തുണ്ട്? ഒരു ഗവർണർ ഉണ്ട്, വൈസ്രോയുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് അവിടെ എന്തുണ്ട്? ഒരു ഗവർണർ ഉണ്ട്. പക്ഷെ അവിടെ എന്തുണ്ട്? ഒരു ലെജിസ്ലേച്ചർ കൂടി ഉണ്ട് അല്ലെ. ഒരു ലെജിസ്ലേച്ചർ കൂടെ ഉണ്ട് അല്ലെ. ഇത് മനസ്സിലായോ? പ്രൊവിൻസിൽ എന്താണ് നടക്കുന്നത് മനസ്സിലായോ? പ്രൊവിൻസസിൽ എന്തൊക്കെയാണ് നടക്കുന്നത് മനസ്സിലായോ? എങ്ങനെയാണ് ഭരണം നടക്കുന്നത് മനസ്സിലായോ? ഒരു ഗവർണർ ഉണ്ട്, ഒരു ലെജിസ്ലേച്ചർ ഉണ്ട്. ഇപ്പോഴത്തെ വളരെ സെയിം അല്ലേ? പ്രൊവിൻസിലുമാണെങ്കിൽ നമ്മൾ നോർത്തേൺ പ്രൊവിൻസ് മോഡേൺ ഡേ യു പി ആണ് നോർത്തേൺ പ്രൊവിൻസ് എന്ന് പറയുന്നത് അല്ലെ. കേട്ടിട്ടില്ലേ? നോർത്തേൺ പ്രൊവിൻസ് എന്താണെന്ന് അറിയില്ലേ? നോർത്തേൺ പ്രൊവിൻസ് പറഞ്ഞാൽ എന്താ? മോഡേൺ ഡേ യു പി ആണ് അല്ലെ. മോഡേൺ ഡേ യു പി അല്ല. അപ്പൊ നോർത്തേൺ പ്രൊവിൻസിൽ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? ഇപ്പോഴത്തെ ഗവർണർ ലെജിസ്ലേച്ചറിന്റെ ഹെഡ് ആയിട്ടുള്ളത് CM ആണെങ്കിൽ പ്രൊവിൻസ് ആൻഡ് പ്രസിഡൻസി സെയിം അല്ല, ചെറിയ മാറ്റമുണ്ട്. ഞാനത് പറയാം, ഞാനത് നോക്കിയിട്ട് പറയാം. ഇതിനു ഓക്കെ, ഗവർണർ. യെസ്, ഇത് പറഞ്ഞ ഇതിന്റെ ഗവർണർ ആരാ? ഇപ്പോഴത്തെ ഗവർണർ ആരാ? ഇത് നമുക്ക് നോക്കാം. ഹെഡിനെ നമുക്കറിയാം അല്ലെ. അതായത് ലെജിസ്ലേച്ചറിന്റെ ഹെഡായിട്ട് ഇവിടെ ആരുണ്ട്? യോഗി ഉണ്ട് അല്ലെ. അവിടുത്തെ CM ആയിട്ടുള്ള യോഗി ഉണ്ട്. അപ്പൊ ഇതുപോലെ തന്നെ അവിടെ ഒരു ലെജിസ്ലേച്ചർ ഉണ്ട്. ഓക്കെ, ഞാൻ ഇത് കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്, പ്രൊവിൻസുകളിൽ എന്താണ് നടക്കുന്നത് പറയാൻ വേണ്ടിയിട്ടാണ്. യെസ്, ആനന്ദിബെൻ പാട്ടീലാണ്. പ്രൊവിൻസിൽ ഗവർണർ ഉണ്ട്, ലെജിസ്ലേച്ചർ ഉണ്ട്. അപ്പൊ ഈ നമ്മൾ പറഞ്ഞ പ്രൊവിൻഷ്യൽ സബ്ജക്റ്റിൽ രണ്ട് കാര്യങ്ങളാണുള്ളത്, ട്രാൻസ്ഫേർഡ് സബ്ജക്റ്റും റിസർവ്ഡ് സബ്ജക്റ്റും. അതിൽ ട്രാൻസ്ഫേർഡ് സബ്ജക്റ്റിൽ ലെജിസ്ലേച്ചറിന് കൂടെ എന്ത് ചെയ്യാം? ഇടപെടാം. എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ, അല്ലെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ലെജിസ്ലേച്ചറിന് കൂടെ അഭിപ്രായം പറയാവുന്നതാണ് ട്രാൻസ്ഫേർഡ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ട്രാൻസ്ഫേർഡ് സബ്ജക്റ്റ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക, റിസർവ്ഡ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, അതൊക്കെ വൈസ്രോയിന്റെ അണ്ടറിൽ റിസർവ് ചെയ്ത കാര്യമാണ് അല്ലെ. ഈ റിസർവ്ഡ് സബ്ജക്റ്റ് എന്ന് കേട്ടാൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? ഇതൊക്കെ ഓൾറെഡി വൈസ്രോയുടെ കീഴിൽ റിസർവ് ചെയ്ത കാര്യമാണ്. ഇതിൽ ഇന്ത്യൻസിന്റെ പാർട്ടായിട്ടുള്ള ലെജിസ്ലേച്ചറിന് യാതൊരു വോയിസും ഇല്ല. ഓക്കെ, റിസർവ്ഡ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ലെജിസ്ലേച്ചറിന് നോ വോയിസ്. ഓക്കെ, അപ്പൊ ഇത് റിസർവ്ഡ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഒന്നുകൂടെ പറയാം അല്ലെ. ലക്ഷ്മി ഇത്രയൊക്കെ അല്ലേ? ഈ ഗവർണർ ലെജിസ്ലേച്ചറും എന്താണെന്ന് മനസ്സിലായില്ലേ? ഓക്കെ. ഇനിയുള്ള എന്താണ്? പ്രൊവിൻഷ്യൽ സബ്ജക്റ്റ് രണ്ട് ടൈപ്പ് ആണല്ലോ അല്ലെ. പ്രൊവിൻഷ്യൽ സബ്ജക്ട്സ് രണ്ട് ടൈപ്പ് ആണുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് ട്രാൻസ്ഫേർഡ് ആണ്, മറ്റൊന്ന് റിസർവ്ഡ് ആണ്. ഞാനിപ്പോ പറഞ്ഞതുപോലെ ട്രാൻസ്ഫേർഡ് എന്ന് പറഞ്ഞാൽ ആർക്ക് കൂടെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ആർക്ക് കൂടെ അതിൽ തീരുമാനങ്ങൾ എടുക്കാം? ലെജിസ്ലേച്ചറിന് കൂടെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നതാണ് അല്ലെ ട്രാൻസ്ഫേർഡ്. അല്ലെങ്കിൽ ഇത് വേറെ തരത്തിൽ എങ്ങനെ നമുക്ക് പറയാം? കുറച്ചുകൂടെ റെസ്പോൺസിബിലിറ്റീസ് ലെജിസ്ലേച്ചറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു അല്ലെ. എല്ലാം ബ്രിട്ടീഷുകാരാണല്ലോ നമുക്ക് തരുന്നത് ആ സമയത്ത് അല്ലെ. അധികാര കൈമാറ്റമല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? വൈസ്രോയി അല്ലെങ്കിൽ വൈസ്രോയുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ഗവർണറുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് കുറച്ച് റെസ്പോൺസിബിലിറ്റി ആരിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു? ലെജിസ്ലേച്ചറിലേക്ക്
അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, ഇതങ്ങനെ പഠിച്ചാൽ കേട്ടോ. ട്രാൻസ്ഫർ ചെയ്യാന്ന് പറഞ്ഞാൽ ലെജിസ്ലേച്ചറിലേക്ക് അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. റിസർവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോഴും അത് വൈസ്രോയുടെ അല്ലെങ്കിൽ ഗവർണറുടെ അണ്ടറിൽ തന്നെയാണ്. ഗവർണർക്കും ഗവർണറുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിനുമാണ് ഇതിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശം. ലെജിസ്ലേച്ചറിന് കാര്യങ്ങളൊന്നുമില്ല, റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ല. ഓക്കെ, ലക്ഷ്മി ഓക്കെ ആണോ? എല്ലാവരും ഓക്കെ ആണോ? ആ, ലെജിസ്ലേച്ചറിൽ ഇന്ത്യൻസ് ഉണ്ട്. വിനായക്, യെസ്. ഇനി മറ്റൊരു കാര്യം, ഇത് മനസ്സിലായല്ലോ? ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ ഇതിന്റെ അടുത്ത് പഠിക്കാമോ, അതുകൊണ്ടാണ് ഇത്രയും ടൈം എടുത്ത് പറഞ്ഞത്. മറ്റൊന്ന്, പ്രൊവിൻഷ്യൽ ബഡ്ജറ്റ് സെൻട്രൽ ബഡ്ജറ്റിന് സെപ്പറേറ്റ് ചെയ്തു. പ്രൊവിൻഷ്യൽ ബഡ്ജറ്റ് സെപ്പറേറ്റഡ് ഫ്രം സെൻട്രൽ ബഡ്ജറ്റ്. ജി ആണ്, BUDGET ആണ് സെൻട്രൽ ബഡ്ജറ്റ്. യെസ്. ഇതിന് വേറൊന്ന്, ഇന്ത്യൻ ലെജിസ്ലേച്ചർ അതെങ്ങനെയാക്കി മാറ്റി? അല്ലെങ്കിൽ നമ്മുടെ സെൻട്രലിൽ ഉണ്ടായിരുന്ന ഒരു ലെജിസ്ലേച്ചർ അതിനെന്താക്കി മാറ്റി? ബൈക്യാമറലാക്കി മാറ്റി. ഇന്ത്യൻ ലെജിസ്ലേച്ചറിന് കൂടുതൽ റെപ്രസെന്റേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. കൂടാതെ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് എന്താണ്? ബൈക്യാമറലാക്കി മാറ്റി. എന്താ ബൈക്യാമറൽ എന്ന് പറഞ്ഞാൽ? എന്താ ബൈക്യാമറൽ എന്ന് പറഞ്ഞാൽ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, ബൈക്യാമറൽ സിസ്റ്റം എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. ആ, 2 ഹൗസസ്, അതിനാണല്ലേ ഒരു ലെജിസ്ലേച്ചറിൽ അല്ലെങ്കിൽ ഒരു പാർലമെന്റിലെ 2 ഹൗസസിലുള്ളതിനെയാണ് എന്ത് പറയാ? ബൈക്യാമറൽ എന്ന് പറയുന്നത്. അപ്പർ ആൻഡ് ലോവർ എന്ന് പറയും അല്ലെ? സാധാരണ അപ്പർ ആൻഡ് ലോവർ എന്ന് പറയും, ലോക്സഭ എന്ന് പറയും, രാജ്യസഭ, ഒരുപാട് പേരുകൾ ഇത് അറിയപ്പെടുന്നുണ്ട്. ഒന്ന് അപ്പർ ലോവർ എന്നുള്ള രീതിയിലാണ്, അപ്പർ ആൻഡ് ലോവർ ആണ്. ഇനി ഇന്ത്യയിലെ കാര്യം ആയതുകൊണ്ട് എന്ത് പറയാറുണ്ട്? രാജ്യസഭ ആൻഡ് ലോക്സഭ അല്ലെ? രാജ്യസഭ ആൻഡ് ലോക്സഭ. മറ്റൊന്ന് ഹൗസ് ഓഫ് എൽഡേഴ്സും ഹൗസ് ഓഫ് പീപ്പിളും ആണ്. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒന്ന് ഹൗസ് ഓഫ് എൽഡേഴ്സും മറ്റൊന്ന് ഹൗസ് ഓഫ് പീപ്പിളും ആണ്. കേട്ടിട്ടുണ്ടാവും അല്ലെ? ഇല്ലേ? യെസ്. ഒന്ന് ഹൗസ് ഓഫ് എൽഡേഴ്സ്, മറ്റേത് ഹൗസ് ഓഫ് പീപ്പിൾ. ഹൗസ് ഓഫ് പീപ്പിൾ കേട്ടിട്ടുണ്ടല്ലോ? യെസ്. ശരി. ആ സമയത്ത് ഈ ഒരു 1990 ഈ ആക്ടിന് ശേഷം ആദ്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ബൈക്യാമറലാക്കിയല്ലോ. അപ്പൊ ബൈക്യാമറലാക്കി അപ്പർ ഹൗസിന് നമ്മൾ പേരിട്ടത്, അപ്പർ ഹൗസിന് ഇട്ടത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നാണ്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്. ലോവർ ഹൗസിന് എന്താണ് വിളിച്ചത്? ലോവർ ഹൗസിനെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ആണല്ലേ? ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഓക്കെ, ഇതിലുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അതായത് കുറച്ചുകൂടി ഡീപ്പായിട്ട് ലൂസനിലാണെങ്കിലും അരിഹന്തിലൊക്കെ ആണെങ്കിലും ഉണ്ട് നമ്മൾ. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ച് ഡീപ്പായിട്ട് നമ്മൾ പോയിട്ടുണ്ട്. ഇത്രയും മതിയായിരിക്കും. ഓക്കെ, പിന്നെ ഇതിലുള്ള ആദ്യം ഉണ്ടായിരുന്ന നമ്പേഴ്സ് ഒക്കെ ചോദിക്കുമോന്ന് ഡൗട്ടാണ്. നിങ്ങൾ ഡീപ്പായിട്ട് പോവാണെന്ന് തോന്നുമെങ്കിൽ നിങ്ങൾ അവസാനം അല്ലെങ്കിൽ ഈ ഒരു ബുക്ക് ഒരു തവണ കവർ ചെയ്തതിന് ശേഷം ഇതൊക്കെ പഠിച്ചാൽ മതി കേട്ടോ. നിങ്ങൾ ഉപയോഗിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് ഏതാണെങ്കിലും നിങ്ങൾ ഏത് ടോപ്പിക്കും ഒരുപാട് ഡെപ്തായിട്ട് പോകുന്നു, അപ്പൊ അങ്ങനെ നീങ്ങുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ അത് ഞാൻ സ്റ്റാർട്ടിംഗ് തൊട്ടേ പറയുന്നത് പോലെ ക്ലാസ്സിൽ എന്താണോ എടുക്കുന്നത് അത് കവർ ചെയ്യാം. അതിനുശേഷം ഈ ബുക്ക് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്യാൻ നോക്കിയാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് ടൈം കിട്ടുന്നില്ലെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ,
ഇത്രയിലും വലിയ ഡൗട്ട് ഒന്നുമില്ലല്ലോ. രണ്ട് റീഫോംസിന്റെ കാര്യത്തിലും ഡൗട്ട് ഒന്നുമില്ലല്ലോ. മോർലി വിൻഡോ റീഫോംസ് അല്ലെങ്കിൽ വിൻഡോ മോർലി റീഫോംസും മറ്റൊന്ന് മൊണ്ടേഗു ചെംസ്ഫോർഡ് റീഫോംസും ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഓക്കെ അല്ലേ? യെസ്. പിന്നെ ഒന്നുള്ളത് ഇതിന് ശേഷം വന്ന സൈമൺ കമ്മീഷൻ ആണ്. സൈമൺ കമ്മീഷൻ എന്തിനായിരുന്നു വന്നത്? എന്തിനായിരുന്നു ആക്ച്വലി സൈമൺ കമ്മീഷൻ സ്റ്റാർട്ട് ചെയ്തത്? യെസ്, ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. 1927 1927 സൈമൺ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പൊ ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് തന്നെ എന്തിനാണ്? 1919 നമുക്ക് ഓൾറെഡി ഒരു ആക്ട് ഉണ്ട് അല്ലെ. ഈ ആക്ട് ബേസ്ഡ് ആണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെപ്പറ്റി ഒരു റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് കൊണ്ടുവരുന്നത്? സൈമൺ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. സൈമൺ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്തായിരുന്നു? സൈമൺ കമ്മീഷൻ പ്രശ്നം എന്തായിരുന്നു? എന്തായിരുന്നു ഇതിന്റെ പ്രശ്നം? ഇതിൽ ഓൺലി വൈറ്റ് ആണ് അല്ലെ, എല്ലാം വൈറ്റ് ആൾക്കാരാണ്. ഇന്ത്യക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു നിയമമാണ്. പക്ഷെ ഇന്ത്യൻസിന്റെ പ്രശ്നം എന്താണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ആ ഒരു കമ്മിറ്റിയിൽ ഒരു ഇന്ത്യൻ പോലും ഇല്ല. ആ ഒരു ഇതിന്റെ പേരിലാണ് ഇവിടെ എന്ത് തുടങ്ങുന്നത്? ഇവിടെ പ്രൊട്ടസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ഇല്ലേ? ഇവിടെ പ്രൊട്ടസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നില്ലേ? യെസ്. ഓക്കെ, എനിവേ ആ പ്രൊട്ടസ്റ്റും അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹിസ്റ്ററി പാർട്ടിൽ നടക്കുന്നുണ്ട്. ഇനി ഇതിന്റെ ശേഷം 1927 കോൺസ്റ്റിറ്റ്യൂട്ടീവ് കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തു. അങ്ങനെയാണ് അതിന് അക്കോർഡിംഗ് ആയിട്ടാണ് ഏത് നിയമം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഏത് ആക്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസ് ചെയ്യുന്നത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഓക്കെ, നമ്മൾ ഇപ്പോഴുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബാക്ക് ബോൺ എന്ന് അറിയപ്പെടുന്നത് ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ഒരുപാട് കാര്യങ്ങൾ എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്നാണ്. അത് അങ്ങനെ തന്നെ എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. നമുക്കൊരു 2 മിനിറ്റ് ബ്രേക്ക് എടുക്കാവേ. ഓക്കെ, 1935. ഓക്കെ, ചെറിയ സ്ലൈറ്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അതായത് ചില കാര്യങ്ങളുണ്ട്.
ബട്ട് എനിക്ക് തോന്നുന്നു വലിയ നമ്മളിപ്പോ പഠിച്ചു വന്നതിൽ വലിയ മാറ്റങ്ങളില്ല, ഇതൊന്നും ഉണ്ടായിട്ടില്ല. ഒന്ന്, ബർമ സെപ്പറേറ്റഡ് ആയി. ഓക്കെ, ഈ ഒരു ആക്ട് വഴിയാണ് ബർമ സെപ്പറേറ്റഡ് ആകുന്നത്. അപ്പോ നമുക്ക് വേണമെങ്കിൽ പറയാം 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഉണ്ടാകുന്നത് അല്ലേ? 1947 എങ്ങനെയാണ് ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നത്? 1947 നമുക്കറിയാം ബ്രിട്ടീഷ് ഗവൺമെന്റ് നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ട് പോവാണല്ലോ ചെയ്യുന്നത്, അല്ലേ? അങ്ങനെയല്ലേ? അത് നമ്മൾ ഇത്രയും കാലം പഠിച്ചത് 1947 ബ്രിട്ടീഷുകാർ നമുക്ക് അധികാര കൈമാറ്റം നടത്തിപ്പോയിന്ന് നമ്മൾ ഇത്രയും കാലം പഠിച്ചതാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ കുറച്ചുകൂടി കാര്യങ്ങൾ പഠിച്ചല്ലേ. അപ്പൊ നമ്മൾ ഇപ്പൊ അറിയേണ്ടത് 1947 ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് പാസ് ചെയ്യുന്നുണ്ട്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ് ചെയ്യുന്നുണ്ട്. 1947 ഇത് പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ആക്ട് വഴിയാണ് ഇന്ത്യയിലേക്ക് എന്ത് നടക്കുന്നത്? അധികാര കൈമാറ്റം നടക്കുന്നത്. പണ്ട് ഇനിയിപ്പോ നമ്മൾ പഴയ ചെറിയ ക്ലാസ്സിലൊക്കെ പറയുന്നത് പോലെ ബ്രിട്ടീഷുകാർ അധികാരം കൈമാറി പോകുന്നതല്ല. ഇങ്ങനെ ഈ ഒരു കാര്യം കൂടി ഉണ്ടല്ലേ. 1947 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ് ചെയ്തു. അപ്പൊ അതിനുശേഷമാണ് നമ്മൾക്ക് എന്ത് കിട്ടുന്നത്? ഇൻഡിപെൻഡൻസ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്? നമ്മുടെ രാജ്യം സ്പ്ലിറ്റ് ആകുന്നുണ്ട് അല്ലെ, ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ആയിട്ട്. ടോട്ടൽ ഇന്ത്യ എന്ന് പറയുന്നൊരു സ്ഥലമായിരുന്നു, അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളോട് ചോദിച്ചാ പാകിസ്ഥാൻ സെപ്പറേറ്റഡ് ആവാൻ കാരണമായിട്ടുള്ള അല്ലെങ്കിൽ ഏത് ആക്ട് വഴിയാണ് പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് സെപ്പറേറ്റഡ് ആയത് എന്നുള്ള ക്വസ്റ്റിന് ആൻസർ എന്താ? ഏത് ആക്ട് വഴിയാണ് ഇന്ത്യയും പാകിസ്ഥാനും സെപ്പറേറ്റഡ് ആകുന്നുള്ള ക്വസ്റ്റിന്റെ ആൻസർ എന്താ? ദ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 ആണല്ലേ? യെസ്, ദ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 ആണ്. യെസ്, അപ്പൊ അതുപോലെ ഏത് ആക്ട് വഴിയാണ് ബർമ ഇന്ത്യയിൽ നിന്ന് സെപ്പറേറ്റഡ് ആയത്? ഏത് ആക്ട് വഴിയാണ് ബർമ, അല്ലെങ്കിൽ ബർമയുടെ ഇപ്പോഴത്തെ പേരെന്താ? മ്യാൻമർ അല്ലെ? മ്യാൻമർ ആണ്. അപ്പൊ ബർമ സെപ്പറേറ്റഡ് ആവുന്നത് ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രകാരമാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ഒരു കീ പോയിന്റ് ആയിട്ടുള്ളത്, നമ്മുടെ ലെജിസ്ലേറ്റീവ് പവർ സെൻട്രൽ ആൻഡ് പ്രൊവിൻസസിന് ഈ ആക്ട് GOI അല്ല, മ്യാൻമർ ആകുന്നതാണ് ഞാൻ പറഞ്ഞത്. GOI 1935 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് വഴി ഏതാണ്? ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ഓക്കെ, അജ്മലെ ഓഡിയോ ആണോ? ഓക്കെ, GOI 1935 പ്രകാരമാണ്. ഇനി മറ്റൊന്ന് ലെജിസ്ലേറ്റീവ് പവേഴ്സ് സെൻട്രലിന്റെതും പ്രൊവിൻസിന്റെയും സെപ്പറേറ്റ് ചെയ്തു. ഇതെന്താ? ഈ ഒരു പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ലെജിസ്ലേറ്റീവ് പവേഴ്സ് സെപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സെൻട്രലിന് കുറച്ച് കാര്യങ്ങൾ, സെൻട്രലിന് കുറച്ച് നിയമങ്ങൾ ഉണ്ടാക്കാം അല്ലെ, അതുപോലെ പ്രൊവിൻസിനും നിയമങ്ങൾ ഉണ്ടാക്കാം. യെസ്, നിയമങ്ങൾ ഉണ്ടാക്കാം. അതുപോലെ ലിസ്റ്റും ഉണ്ട് അല്ലെ. ലിസ്റ്റ് ഞാൻ അടുത്തത് പറയാം. ഈ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് മനസ്സിലായില്ലേ? ലെജിസ്ലേറ്റീവ് പവേഴ്സ് സെപ്പറേറ്റ് ചെയ്തത് മനസ്സിലായില്ലേ? സെൻട്രലിന് ഒരു ഇതുണ്ട് അല്ലെ, MP കൂടുന്ന ഒരു സ്ഥലമുണ്ട്, അല്ലെങ്കിൽ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട് അല്ലെ. സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്. അതുപോലെ എന്താണ്, പ്രൊവിൻസുകൾക്ക് സെപ്പറേറ്റഡ് ആയിട്ട് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട് അല്ലെ. ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? അവിടെയൊക്കെ എന്താണ്, സെപ്പറേറ്റ് ആയിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ, അതല്ലേ മീനിങ്.
സെൻട്രൽ ലെജിസ്ലേറ്റീവും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് അതല്ലേ? അല്ലേ? യെസ്, അത് മനസ്സിലായില്ലേ? മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ അത്? ഇനി യെസ്, ഇനിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു, നേരത്തെ 19 എപ്പോഴായിരുന്നു? 1990-ലായിരുന്നു അല്ലെ ലിസ്റ്റുകൾ ഉണ്ടായിരുന്നത് അല്ലെ? തൊട്ട് മുന്നേ ഉള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലായിരുന്നു ലിസ്റ്റുകൾ ഉണ്ടായിരുന്നത്. അപ്പൊ അതിനുശേഷം നമ്മൾ ഇപ്പൊ കാണുന്നത് പോലുള്ള ലിസ്റ്റുകൾ വന്നത്, ഫെഡറൽ ലിസ്റ്റും, ഫെഡറൽ ലിസ്റ്റ്, പിന്നെ ഏതാണ്? പ്രൊവിൻഷ്യൽ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. കൺകറന്റ് ലിസ്റ്റ് ഇത് മൂന്നും കൊണ്ടുവന്നത്, കൺകറന്റ് ലിസ്റ്റ് ഇത് മൂന്നും കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഇത് മൂന്നും ആദ്യമായിട്ട് ഇതേ ഒരു പേരിൽ തന്നെ വരുന്നത് എപ്പോഴാണ്? GOI 1935-ലാണ്. ഫെഡറൽ ലിസ്റ്റ് എന്തായിരിക്കും? ഫെഡറൽ ലിസ്റ്റ് എന്തായിരിക്കും? സെൻട്രലിൻ്റെതാണ്. പ്രൊവിൻഷ്യൽ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. പ്രൊവിൻഷ്യൽ എന്ന് പറഞ്ഞാൽ ആ ഓരോ പ്രൊവിൻഷ്യലിനുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റേറ്റുകൾക്കുള്ളതാണ്. മറ്റൊന്ന് കൺകറന്റ് എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും ഒരുമിച്ച് ചെയ്യാവുന്ന കാര്യങ്ങൾ. അപ്പൊ ഇത്രയാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇനി മറ്റൊരു കാര്യം, സൈമൺ കമ്മീഷൻ ഡൊമീനിയൻ സ്റ്റാറ്റസ് ഇതിന് ശേഷം നമുക്ക് ഡൊമീനിയൻ സ്റ്റാറ്റസ് തരാന്ന് പറഞ്ഞിരുന്നു. പക്ഷെ എന്ത് പറ്റി? 1935 വന്ന ഈ ഒരു ആക്ടിൽ എന്ത് പറ്റി? അത് തരില്ല എന്നാണ് പറഞ്ഞത്. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. നോ ഡൊമീനിയൻ സ്റ്റാറ്റസ്. ഓക്കെ, സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിൽ ഇന്ത്യക്ക് ഡൊമീനിയൻ സ്റ്റാറ്റസ് കൊടുക്കണം എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആയപ്പോൾ അതിനെ അംഗീകരിച്ചില്ല. ഓക്കെ, പിന്നെ നമുക്കറിയാല്ലേ ഡൊമൈൻ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യക്കാരെ ഇങ്ങനെ കൊതിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമായിരുന്നു അല്ലെ? ക്രിപ്സ് മിഷനും മറ്റേ ക്യാബിനറ്റ് മിഷനൊക്കെ വന്നപ്പോൾ ഇതല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? ഡൊമിനിയൻ സ്റ്റാറ്റസ് തരാം, വാറിൽ ഞങ്ങൾ സഹായിക്കണം, ഡൊമിനിയൻ സ്റ്റാറ്റസ് തരാം, ഇങ്ങനെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? യെസ്. ഓക്കെ, അപ്പൊ ഇതൊന്ന് ശ്രദ്ധിക്കണേ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഏതാണ് ഡൊമീനിയൻ സ്റ്റാറ്റസ് നമുക്ക് തരില്ല എന്ന് പറഞ്ഞത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. ഓക്കെ, ഇനി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വന്നതിന് ശേഷമുള്ളത് ക്രിപ്സ് മിഷനും ക്യാബിനറ്റ് മിഷനാണ്. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ? ക്രിപ്സ് മിഷനും ക്യാബിനറ്റ് മിഷനും ഓൾറെഡി നമ്മൾ ഒരുപാട് പറഞ്ഞതല്ലേ? യെസ്, ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കേട്ടോ, ഞാൻ ഇന്നും പറയുന്നില്ല അത്. ഇനി ഇതില് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ക്രിപ്സ് മിഷൻ ആണ് എന്ത് വേണമെന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇന്ത്യയുടെ ഇത് ഫ്രെയിം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞത്? കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യണം അല്ലെ? നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യണമെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വേണം എന്ന് പറഞ്ഞത് ക്രിപ്സ് മിഷനിലെ റിപ്പോർട്ടാണ്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്നൊരു ടേം യൂസ് ചെയ്തത് എപ്പോഴായിരുന്നു? ക്രിപ്സ് മിഷന്റെ കാലത്ത് ആയിരുന്നു. ഓക്കെ, യെസ്. ഇനി ക്യാബിനറ്റ് മിഷൻ എപ്പോഴായിരുന്നു? ക്യാബിനറ്റ് മിഷൻ എപ്പോഴായിരുന്നു? യെസ്, 1946-ലാണ് ക്യാബിനറ്റ് മിഷൻ. 1946-ലാണ്. ശ്രദ്ധിക്കേണ്ടത്, ക്യാബിനറ്റ് മിഷനിലാണ് എന്ത് കൊണ്ടുവന്നത്? ക്യാബിനറ്റ് മിഷന്റെ റിപ്പോർട്ടിന് ശേഷമാണ് നമുക്കൊരു ഇന്ററീം ഗവൺമെന്റ് ഫോം ചെയ്തത്. ഇന്ററീം ഗവൺമെന്റ് ക്യാബിനറ്റ് മിഷന്റെ ഒരു ഉദ്ദേശം തന്നെ ഇവിടെ പെട്ടെന്ന് എന്ത് കൊടുക്കണം? സ്വാതന്ത്ര്യം കൊടുക്കണം, അല്ലെങ്കിൽ ഇവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എത്രയും പെട്ടെന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യണം എന്നുള്ളതായിരുന്നു ക്യാബിനറ്റ് മിഷന്റെയും ഉദ്ദേശം. ഓക്കെ, അപ്പൊ ഈ റിപ്പോർട്ട് പ്രകാരമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്തുണ്ടാവുന്നത്?
ക്യാബിനറ്റ് മിഷന്റെ റിപ്പോർട്ടിന് ശേഷമാണ് ഇവിടെ ഒരു ഇന്ററിം ഗവൺമെന്റ് ഉണ്ടാകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഇന്ററിം ഗവൺമെന്റ്. ഇന്ററിം എന്നുള്ള ടേമിന്റെ അർത്ഥം എന്താ? ഇന്ററിം ഗവൺമെന്റ്. ഇടക്കാല ഗവൺമെന്റ് ആണ് അല്ലെ. ഇടക്കാല ഗവൺമെന്റ് ഇത് കേട്ടിട്ടില്ലേ? ഇല്ലേ, കേട്ടിട്ടില്ലേ? ഇടക്കാല ഉത്തരവ്, ഇടക്കാല ഗവൺമെന്റ്. യെസ്, പ്രോപ്പർ ആയിട്ടൊന്ന് ഫോം ചെയ്യുന്നത് വരെ ഇവിടെ കാര്യങ്ങൾ സ്റ്റക്ക് ആവാൻ പാടില്ല അല്ലെ. കാര്യങ്ങൾ സ്റ്റക്ക് ആവാൻ പാടില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇന്ററിം ഗവൺമെന്റ് ഫോം ചെയ്തത്. ഓക്കെ, ഇന്ററിം ഗവൺമെന്റ്. എലക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് വരുന്നത് പോലെ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇലക്ഷൻ ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് നമുക്കൊരു ഗവൺമെന്റ് ആവശ്യമാണ് അല്ലെ. അല്ലെങ്കിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇത് നമ്മളതിന്റെ ഒരു റിഹേഴ്സൽ എടുക്കുമായിരുന്നു ഇന്ററിം ഗവൺമെന്റിലൂടെ. അപ്പൊ ഇത് ഇന്ററിം ഗവൺമെന്റ് വരുന്നത് സെപ്റ്റംബർ 2, 1946 സെപ്റ്റംബർ 2, 1946 ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ആദ്യമായിട്ട് സ്വാതന്ത്ര്യത്തിന് മുന്നേ നമ്മൾ ഫോം ചെയ്തതാണ്. അപ്പൊ ഇതില് ആരൊക്കെ ഉണ്ടായിരുന്നു, അവരുടെ പോർട്ട്ഫോളിയോസ് എന്തൊക്കെയാണെന്നുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. സെപ്റ്റംബർ 2 ഫോം ചെയ്ത ഇന്ററിം ഗവൺമെന്റിൽ ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്, അതുപോലെ അതിൽ അവർ എന്തൊക്കെ പോർട്ട്ഫോളിയോസ് ആയിരുന്നു ഫോളോ ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് 2 കാര്യങ്ങളാണ്. ഒന്ന് ഇന്ററിം ഗവൺമെന്റ്, മറ്റൊന്ന് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കമ്മിറ്റീസ് ആൻഡ് ഇറ്റ്സ് ഹെഡ്സ്. എന്തായത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എങ്ങനെയാണ്, എന്തിനാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഫോം ചെയ്തിട്ടുണ്ടാവുക? അറിയില്ല നമുക്ക്. എന്തിനാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഫോം ചെയ്തിട്ടുണ്ടാവുക? കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഫോം ചെയ്തിട്ടുള്ളത്. പക്ഷെ അവർ ചെയ്തത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡ്രാഫ്റ്റ് ഉണ്ടാക്കാൻ, ശരിയാണ്. അപ്പൊ ഇവര് ചെയ്തത് എന്താണ്, ഒരുപാട് കമ്മിറ്റീസ് ഉണ്ടാക്കി. ഒരുപാട് കാര്യങ്ങൾ വരേണ്ട ഒരു ഇതാണ് അല്ലെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഒരുപാട് തലത്തിലുള്ള കാര്യങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യേണ്ടതാണ്. അപ്പൊ ഇതിനൊക്കെ ഓരോ കമ്മിറ്റീസ് ഉണ്ടാക്കി. ആ കമ്മിറ്റീസ് അതിനൊക്കെ ഓരോ ഹെഡ് ഉണ്ടായിരുന്നു. അപ്പൊ അവരാണ് ആ പെർട്ടിക്കുലർ ആയിട്ടുള്ള കമ്മിറ്റീസ് ഹെഡ് ആയിട്ട് റിപ്പോർട്ട് ഉണ്ടാക്കിയത്. അപ്പൊ ഇതൊക്കെ കൂടിയിട്ടാണ് നമ്മൾ ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കിയത്, കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡ്രാഫ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതാണ് ഇപ്പൊ പറയാൻ വേണ്ടി പോകുന്നത്. ഇന്ററിം ഗവൺമെന്റ്, മറ്റൊന്ന് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, അതിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള കമ്മിറ്റീസ്, അതിന്റെ ഹെഡ്സ്. ഓക്കെ, ഇതിൽ രണ്ടിലധികം കൺഫ്യൂഷൻ വരുന്നുണ്ടോ? ഇന്ററിം ഗവൺമെന്റ് എന്താണ്, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്താണെന്നുള്ളത് ഉണ്ടോ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ വിനായക? ഇല്ല. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയെങ്കിലും ഇത് പഠിച്ചെടുക്കണം. ഒന്നുകൂടെ ഞാൻ പറയാം. ഇന്ററിം ഗവൺമെന്റ് എന്ന് പറയുന്നത്, ഇവിടെ നിലവിൽ ഒരു ഗവൺമെന്റ് ഫോം ചെയ്യുക എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇന്ത്യയിൽ ഒരു ഗവൺമെന്റ് ഫോം ചെയ്യാനുണ്ട് അല്ലേ? ഒരു ഗവൺമെന്റ് ഫോം ചെയ്യാനുണ്ട്. മറ്റൊന്ന് എന്താണ്, നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ആവശ്യമാണ് അല്ലെ. ഇവിടെ നമുക്ക് ഒരു ഗവൺമെന്റ് ഫോം ചെയ്യാനുണ്ട്. മറ്റൊന്ന് നമ്മുടെ വേറെ ലക്ഷ്യം എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യാനാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി കൊണ്ടുവന്നത്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഒരുപാട് കമ്മിറ്റീസ് ഉണ്ടാക്കി അവർ തരുന്ന റിപ്പോർട്ട്സ് ഒക്കെ ഒരു ഡ്രാഫ്റ്റ് ആക്കുക എന്നുള്ളതാണ്. ഇന്ററിം ഗവൺമെന്റ്, ഇതിന്റെ ഇടയിൽ നമ്മളൊരു ഗവൺമെന്റ് ഫോം ചെയ്യുന്നതിന് മുന്നേ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ക്യാബിനറ്റ് മിഷന്റെ റിപ്പോർട്ട് പ്രകാരം നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഒരു ഗവൺമെന്റ് ആണ് ഇന്ററിം ഗവൺമെന്റ്. ഓക്കെ, ജവഹർലാൽ നെഹ്റു എന്തായിരിക്കും, എന്തൊക്കെയായിരുന്നു ജവഹർലാൽ നെഹ്റുവിന്റെ ഉണ്ടായിരുന്നത്? അപ്പൊ ഈ ഒരു ഗവൺമെന്റിലെ വൈസ് പ്രസിഡന്റ് ആരാണ്? അത് വൈസ്രോയി തന്നെയാണല്ലേ. പ്രസിഡന്റ് എന്ന് പറയുന്നത് ഏറ്റവും
ഏറ്റവും ഹെഡ് ആയിട്ടുള്ള പോസ്റ്റ് എന്ന് പറഞ്ഞാൽ വൈസ്രോയ് തന്നെയാണ്. അപ്പൊ അന്ന് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത് വൈസ് പ്രസിഡന്റ് പോസ്റ്റ് ആണ്. ഓക്കെ, വൈസ് പ്രസിഡന്റ് ആണ്, ഈ കൗൺസിലിന്റെ വൈസ് പ്രസിഡന്റ് ആണ്. പിന്നെ കിട്ടിയിരിക്കുന്ന 2 പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ അഫയേഴ്സ്, എക്സ്റ്റേണൽ അഫയേഴ്സ്. മറ്റൊന്ന് എന്താണ്? കോമൺവെൽത്ത് റിലേഷൻസ്, കോമൺവെൽത്ത് റിലേഷൻസ്, കോമൺവെൽത്ത് റിലേഷൻസ്. ഇതെങ്ങനെ പഠിച്ചെടുക്കാം? എക്സ്റ്റേണൽ അഫയേഴ്സ്, എക്സ്റ്റേണൽ അഫയേഴ്സ്, കോമൺവെൽത്ത് റിലേഷൻസ്. കോമൺവെൽത്ത് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ബ്രിട്ടന്റെ കീഴിലുണ്ടായിരുന്ന അന്നുണ്ടായിരുന്ന ബ്രിട്ടൻ, യെസ്, ബ്രിട്ടൻ അടക്കി ഭരിച്ച അല്ലെങ്കിൽ ബ്രിട്ടന്റെ അണ്ടറിൽ ഉണ്ടായിരുന്ന കൺട്രീസിനാണല്ലേ നമ്മൾ കോമൺവെൽത്ത് കൺട്രീസ് എന്ന് പറയുന്നത്, അല്ലെ? അല്ലെ? കോമൺവെൽത്ത് ഗെയിംസ് കേട്ടിട്ടില്ലേ? യെസ്. അപ്പോ കോമൺവെൽത്ത് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ്? എല്ലാം, യെസ്, എല്ലാം ഫോറിൻ കൺട്രീസ് ആണല്ലേ. കോമൺവെൽത്തിലുള്ളതൊക്കെ ഫോറിൻ കൺട്രീസ് അല്ലേ. അപ്പൊ എക്സ്റ്റേണൽ അഫയേഴ്സും കോമൺവെൽത്ത് എന്ന് പറഞ്ഞതും ഓൾമോസ്റ്റ് സിമിലർ അല്ലേ? ഓൾമോസ്റ്റ് സിമിലർ അല്ലേ എക്സ്റ്റേണൽ അഫയേഴ്സും കോമൺവെൽത്ത് എന്ന് പറയുന്നത്? പിന്നെ ഇത് ഒന്നുകൂടെ പഠിക്കാനാണെങ്കിൽ നമുക്കറിയാം, നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് ഒക്കെ കൊണ്ടുവന്നത് ആരാണ്? ഇത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റുമോ? ഞാൻ എല്ലാവർക്കും പഠിക്കാൻ പറ്റും. ഞാൻ പറയുന്നത് ഈ ഒരു ഐഡിയ വെച്ച് നിങ്ങൾക്ക് ഇത് കിട്ടുമെന്നാണ്. നോൺ അലൈൻമെന്റ്, നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് ഒരു നേതാവ് ആരായിരുന്നു, അല്ലെങ്കിൽ ഒരു ഹെഡ് ആരായിരുന്നു? നെഹ്റു ആണല്ലേ. ഇത് നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ചേരി ചേരാ പ്രസ്ഥാനം എന്ന് കേട്ടിട്ടില്ലേ? ചേരി ചേരാ പ്രസ്ഥാനം 1960s കോൾഡ് വാർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെ? കോൾഡ് വാർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടായിരുന്നു? ഓരോ രാജ്യങ്ങളും, ചില രാജ്യങ്ങൾ USA കൂടെ അലൈൻ ചെയ്തു, മറ്റു ചില രാജ്യങ്ങൾ അന്നത്തെ സോവിയറ്റ് യൂണിയന്റെ കൂടെ അലൈൻ ചെയ്തു. അപ്പൊ ഇത് കമ്പൽസറി ആയിട്ട് വന്നു അല്ലെ. ഒരുപാട് രാജ്യങ്ങൾക്ക് ഇത് കമ്പൽസറി ആയിട്ട് വന്നു. ഇങ്ങനെ ചെയ്യാതിരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് വരാൻ വേണ്ടി തുടങ്ങി അല്ലെ. അപ്പൊ ഈ രണ്ട് രാജ്യങ്ങളിലും പെടാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് കൊണ്ടുവന്നത്. ചേരി ചേരാനായി, USA ചേരിയിലുമില്ല അല്ലെങ്കിൽ സോവിയറ്റിന്റെ ചേരിയിലും ഇല്ല എന്നുള്ളൊരു മൂവ്മെന്റ് കൊണ്ടുവന്നു. അപ്പൊ ഇതിന്റെ ഒരു ഹെഡ് എന്ന് പറഞ്ഞ ആരാണ്? നെഹ്റു ആണ്. അപ്പൊ നോൺ അലൈൻമെന്റ് മൂവ്മെന്റും ഒക്കെ എന്താണ്? എക്സ്റ്റേണൽ അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, എക്സ്റ്റേണൽ അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ എക്സ്റ്റേണൽ അഫയേഴ്സ് അതുപോലെ തന്നെ കോമൺവെൽത്ത് റിലേഷൻ ഒക്കെ എന്താണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇനി സർദാർ വല്ലഭായ് പട്ടേൽ, സർദാർ വല്ലഭായ് പട്ടേൽ ഹോം ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ്, ഹോം ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഇത് കഴിഞ്ഞിട്ടുമില്ല, നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴുള്ള ഹോം മിനിസ്റ്റർ ആരായിരുന്നു? ഇത് ഇന്ററിം ഗവൺമെന്റ് ആണല്ലേ. ഇതിന് ശേഷം വന്ന യഥാർത്ഥ ഗവൺമെന്റ് വന്നപ്പോഴും ഹോം മിനിസ്റ്റർ ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ ആണല്ലേ. സർദാർ വല്ലഭായ് പട്ടേൽ നമ്മൾ എന്താണ് വിളിക്കുന്നത്? അയൺ മാൻ ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഒക്കെ ഉണ്ട് അല്ലെ. സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഒക്കെ ഉണ്ട്. എന്തുകൊണ്ടാണ്? ഇന്ത്യ യുണൈറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഒരുപാട് സ്ഥലങ്ങൾ, ഇന്ത്യയിൽ പെടാതെ നിൽക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് നാട്ടുരാജ്യങ്ങളെ ഒന്നാക്കി യുണൈറ്റ് ചെയ്തവരാണ്? ഓക്കെ, ഞാൻ അതിനു വേണ്ടി പറഞ്ഞല്ല, സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ കാര്യം പറഞ്ഞല്ല. ഇത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇത്? യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? 500-ലധികം നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആകുമ്പോൾ. അപ്പൊ ഈ 500-ലധികം നാട്ടുരാജ്യങ്ങളൊക്കെ കൂട്ടി ഒരു രാജ്യമാക്കി മാറ്റിയത്, യുണൈറ്റ് ചെയ്തത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിലായിരുന്നു, ലീഡർഷിപ്പിലായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്കറിയാം അല്ലെ. അപ്പൊ ഇതാണ് ഹോം.
ഒരു ഹോം ഉണ്ടാക്കിയെടുത്തത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഹോം ഉണ്ടാക്കിയെടുത്തത് 500-ലധികം നാട്ടുരാജ്യങ്ങളെ ഒന്നിപ്പിച്ച് ഇതിനെ ഒരു ഹോം ആക്കിയെടുത്ത ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. അപ്പൊ ഇങ്ങനെ യുണൈറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ഇൻഫർമേഷൻസ് വേണം അല്ലെ? ഒരുപാട് ഇൻഫർമേഷൻസ് വേണ്ടേ? ഒരുപാട് ഇൻഫർമേഷൻസ് വേണ്ടേ? ഇവിടെ ഒരു നാട്ടുരാജ്യമുണ്ട്. അപ്പൊ ഇവര് ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നു. അപ്പൊ ആ ഒരു ഇൻഫർമേഷൻ നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിന് കിട്ടണം അല്ലെ? സർദാർ വല്ലഭായ് പട്ടേലിന് കിട്ടണം. അപ്പൊ ഇവിടെ ഒരു രാജ്യം, വേറൊരു രാജ്യം ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്. പക്ഷെ അവിടെ അവര് അതിന് വേറെ ചില രാജ്യക്കാർ റാഞ്ചാൻ നോക്കുന്നുണ്ട്. അപ്പൊ ഈ വിവരങ്ങളൊക്കെ, ഈ ഇൻഫർമേഷൻസ് ഒക്കെ ആർക്ക് കിട്ടണം? സർദാർ വല്ലഭായ് പട്ടേലിന് കിട്ടണം. ഈ ഇൻഫർമേഷൻസ് എപ്പോഴും എന്താണ് ചെയ്യാം? ബ്രോഡ്കാസ്റ്റിംഗ് ആണ് അല്ലെ? ഇൻഫർമേഷൻസ് എപ്പോ ബ്രോഡ്കാസ്റ്റ് ചെയ്യല്ല അല്ലെ? യെസ്. അപ്പൊ ഹോം, ഇൻഫർമേഷൻ, ബ്രോഡ്കാസ്റ്റിംഗ്, ഇത് മൂന്നും ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഓക്കെ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഏത് സ്റ്റേറ്റിലാ? ഏത് സ്റ്റേറ്റുകാരനാ? ഏത് രാജ്യക്കാരനാ? ബീഹാറുകാരനാണ് അല്ലെ? ബീഹാറുകാരനാണ്. യെസ്. അപ്പൊ അഗ്രികൾച്ചർ ഏറ്റവും നന്നായിട്ട്, അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി ഏറ്റവും നന്നായിട്ട് നടക്കുന്നത് നമ്മുടെ ലെഫ്റ്റ് സൈഡ് അല്ല കേട്ടോ, പഞ്ചാബ് ഹരിയാന നോക്കണ്ട, റൈറ്റ് സൈഡിൽ ഏറ്റവും നന്നായിട്ട് നടക്കുന്ന ഫുഡും അഗ്രികൾച്ചറൊക്കെ ഏറ്റവും ചീപ്പായിട്ടുള്ള സ്ഥലമാണ് ബീഹാർ. ഓക്കെ. അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി ഏറ്റവും നന്നായിട്ട് നടക്കുന്ന, അല്ലെങ്കിൽ ഫുഡ് അഗ്രികൾച്ചർ ഏറ്റവും ചീപ്പായിട്ടുള്ള സ്ഥലമാണ് ബീഹാർ. ഓക്കെ. ഇതൊന്ന് ആലോചിച്ച് നോക്കോ മനീഷ്? യെസ്. ഫുഡും അഗ്രികൾച്ചർ നിങ്ങൾ ആരോട് വേണമെങ്കിലും ചോദിച്ചോട്ടോ, ഇന്ത്യയിൽ ഏറ്റവും ചീപ്പായിട്ട് ഫുഡ് കിട്ടുന്ന സ്ഥലം ബീഹാറാണ്. കാരണം ബീഹാർ അത്രയും ടൂറിസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്, അതുകൊണ്ടാണ്. വെസ്റ്റ് ബംഗാൾ. യെസ്, വെസ്റ്റ് ബംഗാൾ. ഡോക്ടർ ജോൺ മത്തായി. നെക്സ്റ്റ് വൺ, ഡോക്ടർ ജോൺ മത്തായി. ഓരോരുത്തരുടെയും പോർട്ട്ഫോളിയോ ആണ് കേട്ടോ. ഡോക്ടർ ജോൺ മത്തായി. ഇൻഡസ്ട്രീസ് ആൻഡ് സപ്ലൈസ്. ഇൻഡസ്ട്രീസ് ആൻഡ് സപ്ലൈസ് ഇതെങ്ങനെ പഠിച്ചു നോക്കുക? ഡോക്ടർ ജോൺ മത്തായി, ഇൻഡസ്ട്രീസ് ആൻഡ് സപ്ലൈസ്. ജോൺ മത്തായി. എനിക്കോട് ഡോക്ടർ ജോൺ മത്തായി, ഇൻഡസ്ട്രീസ്. മലയാളിയാണ് അല്ലെ? ഒന്ന് മലയാളിയാണ്. ഇൻഡസ്ട്രീസ് ആൻഡ് സപ്ലൈസ്. ജഗ്ജീവൻ റാം. ഇത് നമുക്ക് നോക്കാം കേട്ടോ. ഡോക്ടർ ജോൺ മത്തായി, ഇൻഡസ്ട്രീസ് ആൻഡ് സപ്ലൈസ് ആണ്. ജഗ്ജീവൻ റാം. ജഗ്ജീവൻ റാം ലേബർ ആണ്. ലേബർ. ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ശ്രീരാമൻ ശ്രീരാമൻ ലങ്കയിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് കുരങ്ങന്മാരെ കൊണ്ട് പണിയെടുപ്പിച്ച ആളാണല്ലേ? ലേബർ ചെയ്യിച്ച ആളാണല്ലേ? അല്ലെ? ഹനുമാനെ കൊണ്ടും നളൻ, അങ്ങനെ ഒരുപാട് പേരെ കൊണ്ട്, ഒരുപാട് വാനരന്മാരെ കൊണ്ട് ലേബർ ചെയ്യിച്ച ആളല്ലേ ഈ ശ്രീറാം എന്ന് പറയുന്നത്, അല്ലെ? റാം. ഈ ഒരു കഥ ഓർമ്മിച്ചു നോക്കുവോ? രാമൻ, ശ്രീരാമൻ, ലേബർ.
Okay, Jagjeevan Ram, labor. Sardar Baldev Singh. Sardar Baldev Singh. Sardar Baldev Singh. Defense. Defense. ഇത് കിട്ടുമല്ലോ. ഇതെന്താ? ഇത് നമുക്കറിയാലോ. സിഖുകാർക്ക് വേണ്ടിയിട്ട് ഒരു ബറ്റാലിയൻ തന്നെ ഉണ്ടല്ലേ ഇന്ത്യൻ ആർമിയിൽ അല്ലെ? ഡിഫൻസ്. അല്ലെങ്കിൽ സിഖിനെ ഒരു വാരിയർ ക്ലാസ് ആക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്തത്? ആരാണ് സിഖിനെ ഒരു വാരിയർ ക്ലാസ് ആക്കിയത്? സിഖിന്റെ വാരിയർ ക്ലാസിന്റെ പേരെന്താ? യെസ്, ഖാൽസ പന്ത് എന്ന് കേട്ടിട്ടില്ലേ? ഖാൽസ. ഖാൽസ. യെസ്, വാരിയർ ക്ലാസ് ആണല്ലേ. വാരിയർ ക്ലാസ്. അല്ലെ? ഇതാരാണ് ഇതെങ്ങനെ ഉണ്ടാക്കിയത്? സിഖിനെ വാരിയർ ക്ലാസ് ആക്കാനുള്ള കാരണം എന്താ? ഔറംഗസേബ് ആരെ കൊന്നു? ഗുരു തേജ് ബഹദൂറിന് ഔറംഗസേബ് അല്ലേ കൊന്നത്? മതമാരം മറിച്ച് കേൾക്കാത്തത് കൊണ്ട്. ഇത് അതന്നെ, അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ഗുരു തേജ് ബഹദൂറിനെ കൊന്നു. തേജ് ബഹദൂറിനെയാണ് കൊല്ലുന്നത്. യെസ്. അപ്പൊ എന്ത് ചെയ്തു? ഇയാളുടെ മകനായിട്ടുള്ള ഗുരു ഗോവിന്ദ് സിംഗ് ഉണ്ട് അല്ലെ? ഇയാളുടെ മകനായിട്ടുള്ള ഗുരു ഗോവിന്ദ് സിംഗ് ഉണ്ട്. ഗുരു ഗോവിന്ദ് സിംഗ് എന്താണ് ചെയ്തത്? ഇങ്ങനെയുള്ള ഒരുപാട് സിഖുകാർ മൈനോറിറ്റി ആവാൻ തുടങ്ങി, അല്ലെങ്കിൽ വേറെ കമ്മ്യൂണിറ്റിയിൽ നിന്നൊക്കെ ആക്രമണം നേരിടുന്നത് കണ്ടിട്ടാണ് സിഖിനെ ഒരു വേരിയർ ക്ലാസ് ആക്കി മാറ്റുന്നത്. അപ്പൊ അതിന്റെ പേരാണ് ഖാൽസ എന്ന് പറയുന്നത് അല്ലെ? ബേസിക്കലി എന്താണ്? ഡിഫൻസിന് വേണ്ടി ചെയ്തതല്ലേ അല്ലെ? സിഖിന് അല്ലെ ഡിഫൻസിന് വേണ്ടി ചെയ്തതല്ലേ അല്ലെ? സോ സിഖ് മീൻസ് ഡിഫൻസ് അല്ലെ? സർദാർ ബൽദേവ് സിംഗ്. C.H. Baba. C.H. Baba. Works, minds, power. ബാർക്കിന്റെ ഫുൾ ഫോം എന്താ? ബാർക്കിന്റെ ഫുൾ ഫോം എന്താ? ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ ആണ് അല്ലെ? ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ ആണ് ബാർക്ക് എന്ന് പറയുന്നത്. യെസ്, അറ്റോമിക് റിസർച്ച് ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് അറ്റോമിക് ഫോഴ്സ് ഒക്കെ കിട്ടുന്നത് എവിടെ നിന്നാണ്? മൈനിൽ നിന്നാണ് കിട്ടുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ അറ്റോമിക് ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത്? പവർ ജനറേഷന് വേണ്ടിയിട്ടാണല്ലേ അല്ലെ? ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ H.J. ബാബയുടെ ഇതിൽ ഉണ്ടാക്കിയതാണ്. ഹോമി ജഹാംഗീർ ബാബയുടെ, അയാളാണ് ഇത് ഉണ്ടാക്കിയത്. H.J. ബാബയാണ് ഉണ്ടാക്കിയത്. പക്ഷെ നമുക്ക് ബാബ എന്ന് കിട്ടുന്നുണ്ട് അല്ലെ? C.H. ബാബ ഉള്ള മകനാണോ എന്തോ. അപ്പൊ C.H. ബാബ വർക്ക്സ്, മൈൻഡ്സ്, പവർ. ഓക്കെ. ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ എന്ന് പറയുന്നത് അറ്റോമിക് ഓർസ് ഒക്കെ നമുക്ക് കിട്ടുന്നത് മൈൻഡ്സ് എന്നാണ്. നമ്മൾ അറ്റോമിക് ഇതൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അറ്റോമിക് എലമെന്റ്സ് ഒക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അറ്റോമിക് റിയാക്ടേഴ്സ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ലേ? പവർ ജനറേഷന് വേണ്ടിയിട്ടല്ലേ? മൈൻഡ്സ്, പവർ, വർക്ക്സ്. എനർജി എന്തിനാ? എനർജി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ? പവർ എന്തിനാണ്? പവർ അല്ലെങ്കിൽ എനർജി എന്തിനാണ്? വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ അല്ലേ? യെസ്. എന്താ നിങ്ങൾക്കൊരു ഇതില്ലാത്ത, ഉഷാറില്ലാത്ത? പോയല്ലാരും ഇത് നിങ്ങൾ തന്നെ പഠിക്കുവോ? ഞാൻ ലിസ്റ്റ് തന്നാ മതിയോ? ഓടൊന്നും വേണ്ടേ? ഓക്കെ ലക്ഷ്മി. ഓക്കെ. എടാ സ്പീഡാണോ? മെല്ലെ മെല്ലെ പറയണോ? സ്പീഡാണോ? നിങ്ങൾ ഒരുവിധം എന്റെ സ്പീഡ് വെച്ച് സിങ്ക് ആയില്ലേ?
അടുത്ത ക്ലാസ് അടുത്തത് ബുധനാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച ആയിരിക്കും. ഒരു 3 മണിക്കൂർ ഉണ്ടാവും കേട്ടോ. നമ്മൾ ഈ ആർട്ടിക്കിൾസ് പഠിക്കാൻ വേണ്ടി പോവാണ്. എല്ലാവരും നെറ്റൊക്കെ റീചാർജ് ചെയ്തിട്ട് വന്നാൽ മതി. ഓക്കെ, ആർട്ടിക്കിൾസ് മാരത്തൺ. ലിയാഖത്ത് അലി ഖാൻ. ലിയാഖത്ത് അലി ഖാൻ. 7 to 10, 3 അല്ലെങ്കിൽ 2.5 മണിക്കൂർ. 7 to 10 ആണ്. ലിയാഖത്ത് അലി ഖാൻ ഫിനാൻസ് ആണ്. ഫിനാൻസ്. ലിയാഖത്ത് അലി ഖാൻ ഫിനാൻസ്. എന്തെങ്കിലും കോഡുണ്ടോ ജിനു? ഓക്കെ. അബ്ദുർ നെക്സ്റ്റ് വൺ. ഇത് നമ്മൾ പറയാം, നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അബ്ദുറബ് നിസ്താർ. Hose and air. Okay. Abdurrab ഇങ്ങനെ പഠിച്ചാൽ മതി. അബ്ദുറബ് നിസ്താർ. എയർ. Okay. Post and air. യെസ് ആയിരിക്കും. ഈ ലിയാഖത്ത് അലി ഖാൻ തന്നെ ആയിരിക്കും. ഇത് 1946 ആയിരിക്കും. ഞാൻ നോക്കാൻ മതി, നോക്കട്ടെ പറയാം. ഓക്കെ, നെക്സ്റ്റ് വൺ അസാഫ് അലി. റെയിൽവേസ് ആൻഡ് ട്രാൻസ്പോർട്ട്. ഏതാ ശ്രുതി? സർ ഫിനാൻസിന്റെ ആർ.കെ. ഷൺമുഖം ഷെട്ടി അല്ല? അത് കമ്മിറ്റിയുടേതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കമ്മിറ്റിയുടെ ഫിനാൻസ്. യെസ്. ഇൻഡിപെൻഡൻസിന് ശേഷമുള്ളതാണോ? അല്ലല്ലോ. അല്ല. അപ്പം ഇൻഡിപെൻഡൻസിന് ശേഷമുള്ളതാണ് ഷൺമുഖം. ഓക്കെ. യെസ്. ഇന്ററീം ഗവൺമെന്റ് ഒന്ന് ശ്രദ്ധിക്കണേ. ഇന്ററീം ഗവൺമെന്റ് നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് 1 വർഷം മുന്നേ ഉണ്ടാക്കിയാണ്. സെപ്റ്റംബർ 2, 1946 ഉണ്ടാക്കിയതാണ് ഇന്ററീം ഗവൺമെന്റ്. ഓക്കെ, ഇതും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇതിന് ശേഷമുള്ള നമ്മുടെ ഫസ്റ്റ് ഗവൺമെന്റും 1947 വരും അല്ലെ. 1947 വന്ന ഫസ്റ്റ് ഗവൺമെന്റും. ഇതിൽ ചില ആൾക്കാരൊക്കെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്, ചില ആൾക്കാർ വിട്ടുപോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ലിയാഖത്ത് അലി ഖാനൊക്കെ പാകിസ്ഥാനിലേക്ക് പോയിട്ടുണ്ടാവണം. ഓക്കെ, ശ്രുതി മനസ്സിലായി. അസാഫ് അലി റെയിൽവേസ് ആൻഡ് ട്രാൻസ്പോർട്ട് ആണ്. ഓക്കെ ജിനു. അസാഫ് അലി റെയിൽവേസ് ആൻഡ് ട്രാൻസ്പോർട്ട്. നമുക്കറിയാലോ റെയിൽവേ എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് ആണ്. ഇനി അസാഫ് അലി ആയിട്ട് കണക്ട് ചെയ്യാൻ ഒന്നുകിൽ റെയിൽവേസ് ആർ സേഫ് ആണ് അല്ലെ. റെയിൽവേസ് ആർ നോട്ട് സേഫ്, അല്ലെങ്കിൽ റെയിൽവേ ഈസ് സേഫ്. ഏതെങ്കിലും ഒന്ന്. റെയിൽവേ ഈസ് ഏതാണ് നിങ്ങൾക്ക് ഓർമ്മിക്കാൻ കുറച്ചുകൂടി എളുപ്പം? നോട്ട് സേഫ് അല്ലേ? Railway is not safe.
റെയിൽവേ ഈസ് എ സേഫ്. ഇത് ഓർക്കുവോ? എ സേഫ്. റെയിൽവേ ഈസ് നോട്ട് സേഫ്. നോട്ട് സേഫ് എന്ന് പറഞ്ഞാൽ എ സേഫ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. ഓർത്തൂടെ? റെയിൽവേ ഈസ് നോട്ട് സേഫ്. നോട്ട് സേഫ് എന്ന് പറയുന്ന ഒന്നിച്ച് എങ്ങനെ പറയാം? എ സേഫ് എന്ന് പറഞ്ഞൂടെ? ഇത് ഇംഗ്ലീഷിലുള്ള വേർഡൊന്നല്ല കേട്ടോ, ഞാൻ ഒരു ഓർക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. റെയിൽവേ ഈസ് നോട്ട് സേഫ് അല്ലെങ്കിൽ റെയിൽവേ ഈസ് എ സേഫ്. അസാഫ് അലി. പോസ്റ്റ് ആൻഡ് എയർ ആരായിരുന്നു? പോസ്റ്റ് ആൻഡ് എയർ ആരായിരുന്നു? നിഷ്ട് എയർ ആണല്ലേ. നിഷ്ട് എയർ ആണ് അല്ലെ. പേര് മുഴുവനും ഉണ്ടാവും. ക്വസ്റ്റ്യനിൽ ഫുൾ നെയിം ഉണ്ടാവും. നിങ്ങൾ ഈ ഒരു നിഷ്ട് എയർ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ. ഇനി എയറും പോസ്റ്റും ഒന്നിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ പേപ്പർ പ്ലെയിൻ ഇല്ലേ, പേപ്പർ പ്ലെയിൻ ഇല്ലേ, അതൊന്ന് ആലോചിച്ചേ. സോറി, പേപ്പർ പ്ലെയിൻ. അല്ലെ, പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേപ്പറിൽ എഴുതിയ പോസ്റ്റ് അല്ലേ. ആലോചിക്കുമല്ലോ, പേപ്പർ പ്ലെയിൻ ആലോചിക്കുമല്ലോ. നിഷ്ട് എയർ. ഓക്കെ. സി രാജഗോപാൽ ആചാരി. സി രാജഗോപാൽ ആചാരി. എഡ്യൂക്കേഷൻ ആൻഡ് ആർട്സ്. എഡ്യൂക്കേഷൻ ആൻഡ് ആർട്സ്. യെസ്, എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ നോക്കുമ്പോൾ നമുക്ക് ആ മാറ്റം മനസ്സിലാവും അല്ലെ. എഡ്യൂക്കേഷൻ ആരായിരുന്നു? ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടെ ആരായിരുന്നു എഡ്യൂക്കേഷൻ? ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ് അല്ലെ. എഡ്യൂക്കേഷനും ആർട്സും ഒരുവിധം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, ഒരേ ടോപ്പിക്കാണ്. സി രാജഗോപാൽ ആചാരി. പഠിപ്പിക്കുന്നത് ആചാര്യമാരാണ് അല്ലെ. പണ്ട് കാലത്ത് വിദ്യാഭ്യാസം കൊടുക്കുന്നത് ആചാര്യമാരല്ലേ. ആചാരി പുറത്തോക്കാൻ പറ്റില്ലേ, അങ്ങനെയൊന്നല്ല, എന്നാലും ആചാര്യമാരല്ലേ. ആചാര്യൻ ഇല്ലേ? ആചാര്യൻ എന്ന് പറഞ്ഞൊരു വേർഡില്ലേ മലയാളത്തിലെ? ആചാര്യൻ എന്ന് പറഞ്ഞൊരു വേർഡില്ലേ? എന്താ ഇതിന്റെ അർത്ഥം? ആചാര്യൻ ആശാൻ തന്നെയല്ലേ? യെസ്, ഗുരു തന്നെയല്ലേ? ആചാരി ഗുരു. ഗുരു ഗുരു എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടാണല്ലേ. സി രാജഗോപാൽ ആചാരി. യെസ്, ശ്രദ്ധിക്കുക, ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടേത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടേത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. മറ്റേത് സി രാജഗോപാൽ ആചാരി. യെസ്, അടുത്ത മൂന്നെണ്ണം കുറച്ചുകൂടി ഡീപ്പാണ്. ഇത് ചോദിക്കാൻ, ഇതൊന്ന് വെറുതെ നോക്കി വെച്ചോളൂ, ചോദിക്കാൻ സാധ്യത കുറവാണ്. കൊമേഴ്സ്. കൊമേഴ്സ്. ഐ ചുന്ദ്രികർ. ഐ ചുന്ദ്രികർ. ഹെൽത്ത്. ചോദിക്കൂല എന്നല്ല, ഇത് കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ളതാണ്, ഇതുവരെ ചോദിച്ചിട്ടില്ലാത്ത കുറച്ചാട്ടോ. ഗസ്നാഫർ അലി ഖാൻ. ഗസ്നാഫർ അലി ഖാൻ. ഗസ്നാഫർ അലി ഖാൻ. ലോ. ജോഗീന്ദർനാഥ് മണ്ഡൽ. ഇതൊന്ന് പഠിച്ചു വെച്ചോളൂ. ലോ, ജോഗീന്ദർനാഥ് മണ്ഡൽ. ജോഗീന്ദർനാഥ് മണ്ഡൽ. ജോഗീന്ദർനാഥ് മണ്ഡൽ. ലോ. ഓക്കെ, ലോ പഠിക്കണേ. ലോ ഇമ്പോർട്ടൻ്റ് ആണ്. ഗസ്നാഫർ അലി ഖാൻ ഹെൽത്ത്, ജോഗീന്ദർനാഥ് മണ്ഡലാണല്ലോ. ഐ ചുന്ദ്രികർ കൊമേഴ്സ്. ഓക്കെ, നമുക്ക് നോക്കാം. ജസ്റ്റ് വളരെ ചെറിയ കുറച്ച് കാര്യങ്ങളാണ്, പക്ഷെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ വലുതാട്ടോ. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയതാണ്.
യെസ്, ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിക്കാം, നിങ്ങൾക്ക് കോഡ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോന്ന് നോക്കിയാൽ മതി. ഇൻഡസ്ട്രീസ് ആൻഡ് സപ്ലൈസ്, പെട്ടെന്ന് പറഞ്ഞേ. ഇൻഡസ്ട്രീസ് ആൻഡ് സപ്ലൈസ്. കോഡില്ല. ഓക്കെ, ഇൻഡസ്ട്രീസ്. ഇൻഡസ്ട്രീസ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സപ്ലൈ അടിക്കുന്നത് മലയാളീസ് ആണ് അല്ലെ? അല്ലേ? അല്ലെ? എത്ര പേര് ഇതിൽ എഞ്ചിനീയറിംഗിലുണ്ട്? എഞ്ചിനീയറിംഗ് വേണ്ട, എല്ലാത്തിലും സപ്ലൈ ഇല്ലേ? ലോകത്തിൽ ഏറ്റവും കൂടുതൽ സപ്ലൈ എക്സാം എഴുതുന്നത് മലയാളീസ് അല്ലേ? അല്ലടാ. യെസ്, ഒരു മലയാളിയാണേ, ജോൺ മത്തായി. ഒരു മലയാളിയേ ഉള്ളൂ, ഇല്ലെങ്കിൽ അങ്ങനെയെങ്കിലും പഠിക്കും. ഇൻഡസ്ട്രീസ് ആൻഡ് സപ്ലൈ, ജോൺ മത്തായി, ഡോക്ടർ ജോൺ മത്തായി. യെസ്, ഡിഫൻസ് ആരായിരുന്നു? ഡിഫൻസ് ഡിഫൻസ് പറയുമ്പോൾ കുറച്ച് ശക്തിയൊക്കെ വേണം അല്ലെ? സിഖുകാർ. ബൽദേവ് സിംഗ്. ബൽദേവ് സിംഗ് ബലമുള്ള ആളായിരിക്കണം. ബൽദേവ് സിംഗ് ബലമുള്ള സിഖുകാരനായിരിക്കണം. ബൽദേവ് സിംഗ്. യെസ്. ലോ ആരായിരുന്നു? ലോ. ലോ എല്ലാത്തിനും കോഡൊന്നുമില്ല, കോഡ് വേണ്ടത്. ലോ എന്ന് പറയുന്നത് ചില മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് കേട്ടിട്ടുണ്ടോ? യെസ്. ഇപ്പോ ഒരു മണ്ഡലാണ് അല്ലെ? മണ്ഡൽ എന്ന് പറയുന്നത് പൊതുവെ ലോവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരാണ്, റിസർവേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഇത് OBC റിസർവേഷന്റെ കാര്യങ്ങൾ ഇതായത് ഈ റിപ്പോർട്ട് വഴിയാണ്, മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട്. ഓക്കെ. ലോ. ഇനി CR എന്തായിരുന്നു? CR ആചാര്യാണ് അല്ലെ? ആചാര്യ എന്ന് പറഞ്ഞാൽ ഗുരുവാണ്. ഗുരു എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ആണ്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫോർമുലാസ് ബൈ ഹാർട്ട് ചെയ്യലല്ലേ? ഫോർമുലാസ് ബൈ ഹാർട്ട് ചെയ്യലല്ലേ? അല്ലെ? അല്ലെ? യെസ്. അപ്പൊ CR ഫോർമുല ആരാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്, അല്ലെങ്കിൽ ആരാണ് CR ഫോർമുല ഡ്രാഫ്റ്റ് ചെയ്തത്? CR ദാസ് ആണോ? CR ആചാര്യാണോ? ആചാര്യാണല്ലേ? യെസ്. തെറ്റുമില്ലോ, അത് കഴിഞ്ഞ CGL ഉണ്ടായിരുന്നത് ഈ ക്വസ്റ്റ്യൻ. CR ഫോർമുല ഡ്രാഫ്റ്റ് ചെയ്ത ആരാണ്? CR ആചാര്യാണോ CR ദാസ് ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. മീൻസ് ക്വസ്റ്റ്യനിൽ 4 ഓപ്ഷൻ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ഈ 2 ഓപ്ഷനിൽ സ്റ്റക്ക് ആയിപ്പോ അല്ലെ? അത് ജിന്ന ജിനോ മറന്നുപോയല്ലേ? മോഡേൺ ഇന്ത്യ അതില് ഓർമ്മയില്ലേ? ജിന്ന ഒരു ഫോർമുല തന്നപ്പോ ജിന്ന 14 പോയിന്റ് ഫോർമുല തന്നില്ലേ? അപ്പൊ അതുപോലെ തന്നെ CR ഫോം ചെയ്തതാണ് CR ഫോർമുല. CH ബാബ. CH ബാബ. മൈൻഡ്, പവർ എന്തിനാണ്? വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ? യെസ്. സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേൽ. യെസ്. ഹോമിനെ യുണൈറ്റ് ചെയ്യണം. യുണൈറ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് ചെറിയവരെ അവരുടെ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യണം. ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്തിട്ട് അത് ബ്രോഡ്കാസ്റ്റ് ചെയ്താലേ പട്ടേലിന് കിട്ടും അല്ലെ? ഓക്കെ.
യെസ്, വാനരന്മാരെ കൊണ്ട് പണിയെടുപ്പിച്ച് രാമസേതു ഉണ്ടാക്കിയതാരാ? ജഗജീവൻ റാമാണ് അല്ലെ? അല്ലെ, ജഗജീവൻ റാമാണ്. യെസ്. റെയിൽവേസ് ആൻഡ് ട്രാൻസ്പോർട്ട് കോഡ് എന്തായിരുന്നു? റെയിൽവേസ് ആൻഡ് ട്രാൻസ്പോർട്ട്. റെയിൽവേസ് ആൻഡ് ട്രാൻസ്പോർട്ട്. Railways is not safe. Yes, railways is a safe. Okay. അസാഫ് അലി ആണല്ലേ. ഓക്കെ, ലിയാഖത്ത് അലി ഏതിന്റെ ആയിരുന്നു? ലിയാഖത്ത് അലി ഫിനാൻസ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്റർവ്യൂ ഗവൺമെന്റിന്റെ ആൾക്കാരാണ്. നമുക്ക് ഫസ്റ്റത്തെ നമ്മുടെ ക്യാബിനറ്റ്, ഫസ്റ്റ് ക്യാബിനറ്റ് ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ 1947 ഫോം ചെയ്തതാണ്. ജവഹർലാൽ നെഹ്റു എന്തൊക്കെ ചെയ്തു? പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. പിന്നെ പഴയത് തന്നെ എക്സ്റ്റേണൽ അഫയേഴ്സ് ഉണ്ട്, അതിൽ കോമൺവെൽത്ത് വരും. പിന്നെ ഒന്നും കൂടെ ആഡ് ചെയ്തു, അതാണ് സയന്റിഫിക് റിസർച്ച്. സയന്റിഫിക് റിസർച്ച് കൂടി ഉണ്ടായിരുന്നു അല്ലെ? അല്ലെ? പട്ടേലിന് എന്തൊക്കെയായിരുന്നു? ഹോം ഉണ്ട്, ഇൻഫർമേഷൻ ഉണ്ട്, ബ്രോഡ്കാസ്റ്റിംഗ് ഉണ്ട്. യെസ്, ഒന്നുകൂടെ വന്നു അല്ലെ? സ്റ്റേറ്റുകളൊക്കെ റീഓർഗനൈസ് അല്ലെങ്കിൽ യോജിപ്പിച്ചത് പട്ടേൽ തന്നെയാണ് അല്ലെ? അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ലേ? എന്ന് പറയുന്നത് തന്നെ എന്താണ്? സ്റ്റേറ്റുകളൊക്കെ യോജിപ്പിക്കലല്ലേ അല്ലെ? ചില അടഞ്ഞു നിൽക്കുന്ന സ്റ്റേറ്റുകളൊക്കെ ഉണ്ടായിരുന്നു അല്ലെ? അതിനൊക്കെ യോജിപ്പിക്കണല്ലോ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ, ബീഹാറുകാരനാണ്. ബീഹാറിലാണ് ഞാൻ പറഞ്ഞു ഏറ്റവും. മഞ്ജുഷ കുറച്ച് സ്കിപ്പായിരുന്നു അല്ലെ? ഇന്റർവ്യൂ കഴിഞ്ഞു. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ. ഓക്കെ, ഇത് ഇന്റർവ്യൂ അല്ല, ഇത് ഫസ്റ്റ് ക്യാബിനറ്റ് ആണ്. ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ ഫോം ചെയ്ത ഫസ്റ്റ് ക്യാബിനറ്റ്. ഓക്കെ, എഡ്യൂക്കേഷൻ ആരായിരുന്നു? നമ്മൾ പറഞ്ഞല്ലേ, എഡ്യൂക്കേഷൻ ആരായിരുന്നു? എഡ്യൂക്കേഷൻ മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ? ലക്ഷ്മി, ഇന്റർവ്യൂ അല്ല ഇപ്പൊ പറയുന്നത്. ഇവിടെ കഴിഞ്ഞു. ഇത് 1947 ഫസ്റ്റ് ക്യാബിനറ്റ് ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ. ഓക്കെ, എഡ്യൂക്കേഷൻ കിട്ടുമല്ലോ, എഡ്യൂക്കേഷൻ ബുദ്ധിമുട്ടല്ലല്ലോ. ഇത് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഫിനാൻസ് ആരായി? ഫിനാൻസ് ഷൺമുഖം ഷെട്ടി അല്ലേ? ഷൺമുഖം ഷെട്ടി അല്ലെങ്കിൽ ചെട്ടിയാർ. ഇന്ത്യയിൽ പൈസയൊക്കെ കൊടുക്കുന്നത് ചെട്ടിയാറാണ് അല്ലെ? നമ്മൾ ഈ തമിഴ് സിനിമയിലൊക്കെയുള്ള അല്ലെങ്കിൽ മലയാള സിനിമയിലൊക്കെയുള്ള മാർവാടികളും ചെട്ടിയാന്മാരും അല്ലെ? കാണാറില്ലേ മലയാള സിനിമയിൽ? യെസ്. ഇല്ലേ? അത് കാണാറില്ലേ? ഫിനാൻസ് ഷൺമുഖം ഷെട്ടി എന്ന് കണ്ടാൽ തന്നെ അറിയാലോ, ഒരു തമിഴൻ വട്ടിപ്പലിശക്കാരന് ഒരു തമിഴൻ ഓർമ്മ വരുന്നില്ലേ? ഷൺമുഖം ഷെട്ടി, ഫിനാൻസ്. ഇല്ലേ? നിങ്ങൾ പഴയ മലയാള സിനിമയും കാണാറില്ലേ?
യെസ്. ഡോക്ടർ ജോൺ മത്തായി. ഡോക്ടർ ജോൺ മത്തായി. യെസ്, ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടെ ഫസ്റ്റ് റെയിൽവേ മിനിസ്റ്റർ ആണ്. ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടെ ഫസ്റ്റ് റെയിൽവേ മിനിസ്റ്റർ ആണ്, അല്ലെങ്കിൽ റെയിൽവേ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആണ് ഡോക്ടർ ജോൺ മത്തായി. ഇന്ററിം ഗവൺമെന്റിൽ എന്തായിരുന്നു ഈ ജോൺ മത്തായിയുടെ പോർട്ട്ഫോളിയോ ഉണ്ടായിരുന്നു? ഇന്ററിം ഗവൺമെന്റിൽ എന്തായിരുന്നു? യെസ്, സപ്ലി ആൻഡ് ഇൻഡസ്ട്രി ആയിരുന്നു അല്ലെ. സപ്ലി ആൻഡ് ഇൻഡസ്ട്രി ആയിരുന്നു. യെസ്, ഇപ്പൊ ഡോക്ടർ ജോൺ മത്തായി മലയാളിയാണ്. സപ്ലിയേറ്റ്സ് നടക്കുമായിരുന്നു ഇന്ററിം ഗവൺമെന്റ് സമയത്ത്. സപ്ലി എല്ലാം പാസ്സായിട്ട് റെയിൽവേയുടെ ഏത് എക്സാം എഴുതി കയറി അല്ലെ. എന്താണ് വിനായക? ലോ ആരായിരിക്കും? ലോ, ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടെ ലോ മിനിസ്റ്റർ ആരായിരുന്നു? അംബേദ്കർ ആണ് അല്ലെ. അംബേദ്കർ ആണ്. അംബേദ്കർ. യെസ്, നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്ത ഒരാൾ. ലേബർ ആര് തന്നെയാണ്? ജഗജീവൻ റാം തന്നെയാണ്. ജഗജീവൻ റാം തന്നെയാണ്. ഓക്കെ. ഡിഫൻസ് ആര് തന്നെയാണ്? മാറിയിട്ടില്ല. ഡിഫൻസ് മാറിയിട്ടില്ല. ആരാണ്? ആരാണ് ഡിഫൻസ് മാറിയിട്ടില്ല? ആരാണ്? ബൽദേവ് സിംഗ് ആണ് അല്ലെ. സർദാർ ബൽദേവ് സിംഗ് ആണ്. യെസ്. ഹെൽത്ത്. കേരളത്തിലാണെങ്കിൽ ഹെൽത്ത് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരുന്ന ഏതായിരിക്കണം? അമൃത ഹോസ്പിറ്റൽ അല്ലെ. അമൃത ഹോസ്പിറ്റൽ കൊച്ചി. ഓക്കെ. ഹെൽത്ത് അമൃത ഹോസ്പിറ്റൽ കൊച്ചി. അമൃത ഹോസ്പിറ്റൽ കൊച്ചി കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഒരുവിധം മേജർ ആയിട്ടുള്ള സർജറീസ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ് അല്ലെ അമൃത ഹോസ്പിറ്റൽ കൊച്ചി. അല്ലേ? ഇത് എത്ര പേരുള്ളത്? 21 പേരുണ്ടല്ലോ. എഴുതുന്നുണ്ടോ നിങ്ങള്? അതുകൊണ്ടാണോ റിപ്ലൈ തരാത്തത്? അല്ല, മടുത്തിട്ടാണോ? ഓക്കെ. യെസ്, ജഗജീവൻ റാം, സർദാർ ബൽദേവ് സിംഗ്, അമൃത ഹോസ്പിറ്റൽ കൊച്ചി ഫോർ ഹെൽത്ത്. കൊമേഴ്സ്. CH ബാബ. ഇപ്പൊ എങ്ങനെയായിരുന്നു? നമ്മൾ ആദ്യം മൈനിലൊക്കെ നടത്തി പവറൊക്കെ ചെയ്ത് എന്ത് ചെയ്യാൻ തുടങ്ങി? കുറെ വർക്ക് ചെയ്തു അല്ലെ. പിന്നെ വർക്ക് ചെയ്ത് എന്ത് ചെയ്യണം? അത് വിൽക്കണ്ടേ? അല്ലെങ്കിൽ അതിന്റെ കൊമേഴ്സ്യലൈസേഷൻ നടക്കണ്ടേ? ഉണ്ടേ? ബാബ എന്താ ചെയ്തത്? ബാബ ആദ്യം ഒരു അറ്റോമിക് ഇതൊക്കെ ചെയ്ത് പവർ ഉണ്ടാക്കി. പിന്നെ പവർ സർപ്ലസ് വന്നാൽ എന്ത് ചെയ്യണം? അത് വിൽക്കണം അല്ലെ. അത് കൊമേഴ്സ്യലൈസ് ചെയ്യണം അല്ലെ. അപ്പൊ ബാബ എന്ത് ചെയ്തു? കൊമേഴ്സിലേക്ക് മാറി. അല്ലെ? ബിൽഗേറ്റ്സിനൊക്കെ കണ്ടിട്ടില്ലേ? ആദ്യം എന്താണ്? ആദ്യം പ്രൊഡക്ഷൻ ആണ് അല്ലെ. പിന്നെ എന്താണ്? പിന്നെ ബിസിനസ് പേഴ്സൺ ആവില്ലേ? അപ്പൊ ബാബ നിലവിൽ എന്തായിരുന്നു? ആദ്യം മൈൻസിലൂടെ ഒരുപാട് അറ്റോമിക് മൈൻസിലൂടെ എന്ത് ചെയ്തു? ഒരുപാട് എനർജി ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത്, പവറൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് എന്തുണ്ടാക്കി? ഒരുപാട് വർക്ക്സ് ഉണ്ടാക്കി. പിന്നെ അത് കൊമേഴ്സ്യലൈസ് ചെയ്യാൻ തുടങ്ങി അടുത്ത ഗവൺമെന്റ്. ഓക്കെ. കമ്മ്യൂണിക്കേഷൻ റാഫി അഹമ്മദ് കിഡ്വായി. കമ്മ്യൂണിക്കേഷൻ കോഡൊന്നുമില്ല.
റാഫി അഹമ്മദ് കിഡ്വായ്. റാഫി അഹമ്മദ് കിഡ്വായ്. ഇത് നിങ്ങൾ തന്നെ ഒരു ഗ്രൂപ്പ് കോഡ് ഉണ്ടാക്കി നിങ്ങളുടെ ഗ്രൂപ്പിലിടും. ഓക്കെ. നെക്സ്റ്റ് ആള് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി വലിയ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടല്ല, ബട്ട് ഇൻഡസ്ട്രീസ് ആൻഡ് സപ്ലൈസ് നിലവിൽ BJP ഗവൺമെന്റ് ആണല്ലോ, അപ്പോ ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, BJP-കാർക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. ഇപ്പൊ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി, ഇൻഡസ്ട്രീസ് ആൻഡ് സപ്ലൈസ്. ഇനി ഗാഡ്ഗിൽ ആണ്. ഗാഡ്ഗിൽ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ബാബ ഒഴിഞ്ഞതിലേക്ക് വന്നതാണ് ഗാഡ്ഗിൽ. വർക്ക് മൈൻസ് പവർ. വർക്ക് മൈൻസ് പവർ. വർക്ക് മൈൻസ് പവർ. ജസ്റ്റ് നിങ്ങൾ ബാബ മാറിയതൊന്ന് ഓർത്താൽ മതിയെ. ബാബയായിരുന്നു, പക്ഷെ ബാബ ഇത് വിറ്റ് പൈസയാക്കാൻ വേണ്ടി കൊമേഴ്സിലേക്ക് മാറി അല്ലെ. ബാബ അത് വിറ്റ് പൈസയാക്കാൻ വേണ്ടി കൊമേഴ്സിലേക്ക് മാറി. ഓക്കെ. യെസ്. അപ്പൊ ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, ഡൗട്ട് ഇല്ല. രാജേന്ദ്ര പ്രസാദ് മാറിയിട്ടില്ല. എഡ്യൂക്കേഷൻ മൗലാന അബ്ദുൽ കലാം ആസാദ് വളരെ എന്താണ് കുറച്ചുകൂടെ എല്ലാവർക്കും അറിയുന്ന ഒരു ഡീറ്റെയിൽ ആണത്. എഡ്യൂക്കേഷൻ. ജോൺ മത്തായി ആയിരുന്നു ആദ്യത്തെ റെയിൽവേ മിനിസ്റ്റർ. അല്ലെങ്കിൽ ജോൺ മത്തായിക്ക് എന്താ സംഭവിച്ചത്? ജോൺ മത്തായി ആദ്യം സപ്ലൈ അടിച്ചിരിക്കുമായിരുന്നു, പിന്നീട് എന്ത് ചെയ്തു? സപ്ലൈ ഒക്കെ എഴുതിയെടുത്ത് റെയിൽവേയുടെ എക്സാം പാസ്സായല്ലേ. പിന്നെ ഷൺമുഖം ചെട്ടിയാർ, ഫിനാൻസ്, വെട്ടിപ്പലിശക്കാരൻ ചെട്ടിയാർ, തമിഴൻ ഷൺമുഖം ചെട്ടിയാർ. BR അംബേദ്കർ ലോ ആണ്. ജഗജീവൻ റാം ലേബർ മാറിയിട്ടില്ല. സർദാർ ബൽദേവ് സിംഗ് ഡിഫൻസ് ആണ്. ഹെൽത്ത് അമൃത ഹോസ്പിറ്റൽ കൊച്ചി. CH ബാബ എന്ത് ചെയ്തു? മൈൻസ് ഒക്കെ എന്ത് ചെയ്തു? മൈൻസിന്ന് പവർ ഉണ്ടാക്കി കുറെ വർക്ക്സ് ഉണ്ടാക്കി അല്ലെ. ആ വർക്ക്സ് കൊമേഴ്സ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതിലേക്ക് മാറി? കൊമേഴ്സിലേക്ക് മാറി. കമ്മ്യൂണിക്കേഷൻ റാഫി അഹമ്മദ് കിഡ്വായ്. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇൻഡസ്ട്രീസ് ആൻഡ് സപ്ലൈസ്. ഇനി VN ഗാഡ്ഗിൽ, നമ്മുടെ ബാബ മാറിയിടത്തേക്ക് അല്ലെങ്കിൽ വർക്ക് മൈൻസ് പവറിലേക്ക് ആര് വന്നു? ഗാഡ്ഗിൽ വന്നു. ഓക്കെ. ഇത്രയും പഠിച്ചോ? 2 ഗവൺമെന്റുകൾ പഠിച്ചോ? What do you feel? Yes, almost അല്ലേ. ഓക്കെ. ഒന്നുകൂടെ നോക്കണം. അപ്പൊ നമ്മുടെ 2 ഗവൺമെന്റുകൾ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ അടുത്തത് എന്താണ്? ഗവൺമെന്റ് റെഡിയാ അല്ലെ. ബ്രിട്ടീഷുകാർ പോയാലും ഇവിടെ ഭരിക്കാൻ ഒരു ഗവൺമെന്റ് റെഡിയായി. പക്ഷെ എന്ത് വേണം? ഇവിടെ ഗവൺമെന്റിന് ഭരിക്കണമെങ്കിൽ കുറച്ച് കോഡ്സ് വേണം അല്ലെ. വേണ്ടേ? കുറച്ച് ഓൾറെഡി ഇവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് റൂൾസോ അല്ലെങ്കിൽ എന്തെങ്കിലും റെഗുലേഷൻസ് ഒക്കെ വേണം അല്ലെ. അതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അടുത്തത് എങ്ങനെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി എന്നുള്ളതാണ് അല്ലെ. അടുത്തത് നമ്മൾ എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി എന്നുള്ളതാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിംഗ്, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷന്റെ അപ്പൊ ആർട്ടിക്കിൾസ് ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് ലെങ്തി ആയിട്ടുള്ള സെഷൻ ആയിരിക്കും അടുത്തത്. ഓക്കെ. അതുകൊണ്ട് എല്ലാവരും ആ ക്ലാസ് തന്നെ അറ്റൻഡ് ചെയ്യാം, വെറുതെ ലീവ് ആക്കരുത്. 2-2.5 മണിക്കൂർ റെക്കോർഡിംഗ് കാണാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ. ഇന്ന് നിർത്താം. ഇന്നിന് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. മിക്കവാറും എല്ലാ സാറ്റർഡേസിലും
ജിക്കയുടെ ക്ലാസ് ഉണ്ടാവും കേട്ടോ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? എനിവൺ? ക്ലാസ് കഴിഞ്ഞു. ഡൗട്ട് ഇല്ലാത്തവർക്ക് പോകാം. സർ, ലെജിസ്ലേച്ചർ പവർ സെൻട്രലിനും പ്രൊവിൻസിനും സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തത് 1935 1935 അതെ അതെ 1935 GOI ആക്ട്. നാളത്തെ എക്സാമിന് GK ഉണ്ടോ? നാളെ നിങ്ങൾക്ക് നാളെ ടെസ്റ്റ് ഉണ്ടോ? നാളെ ഇല്ലല്ലോ. നാളെ നിങ്ങൾക്ക് ഇല്ല അല്ലേ ടെസ്റ്റ്? ഓക്കെ. അഖില് 1947 അല്ല 1935 നാളെ ടെസ്റ്റ് ഇല്ല അല്ലേ? ഓക്കെ. Okay, good night, everyone. Night, Manish. Good night, Lakshmi. Nandini, doubt undo?